ക്ലാസ് ഡൗട്ടുള്ള സമയത്ത് അത് നോക്കിയാൽ. ഓക്കെ, ഞാൻ സ്ക്രീന് പ്രസന്റ് ചെയ്യാം. ബാക്കിയുള്ളവരൊക്കെ വഴിയെ വരിക. തേർഡ് മോഡ്യൂളിന്റെ തിയറി പാർട്ടാണ് എടുക്കാൻ വന്നത്. തേർഡ് മോഡ്യൂളിൽ നിങ്ങൾക്ക് തിയറിയാ ചോദിക്കല്ലോ എപ്പോഴും. അപ്പൊ തിയറി പാർട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ് തേർഡ് മോഡ്യൂളിലുള്ള. ഓക്കെ, കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടായിരുന്നു ഇത്രയും ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മളതൊന്ന് മാറ്റി പഠിക്കാൻ പോവാം. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ വന്നത്. കംപ്രഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരുന്നു, കംപ്രസർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുകൊണ്ടാണ് അതിനെ കംപ്രഷൻ സിസ്റ്റം എന്ന് വിളിക്കാൻ കാരണം. വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്നായിരുന്നു നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ കംപ്രസർ ഉണ്ട്, അതുകൊണ്ടാണ് കംപ്രഷൻ എന്നുള്ള വാക്ക് വന്നത്. അതായത് കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഹെവി വർക്ക് കൊടുക്കേണ്ട ഒരു സാധനമാണ് കംപ്രസർ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മൈൻഡിലുള്ള കംപ്രസർ എന്നൊക്കെ പറയുന്ന വലിയ ഒരു ഘടാഘടിയൻ മെക്കാനിക്കൽ ഐറ്റം അല്ലേ. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ള ഈ ഒരു പോർഷൻ്റെ അകത്ത് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ആണ്. അതായത് കംപ്രസർ ഇല്ല എന്നർത്ഥം ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ പറ്റും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയ തന്നെയാണ്. അമോണിയന്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കും. ഇതാണ് നമ്മൾ ഈ മദ്യമൊക്കെ അടിക്കൂലേ, മദ്യമൊക്കെ അടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. അമോണിയന്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. അമോണിയ നമ്മളെ മദ്യാന്നിരിക്കും, അതാണ് നമ്മളെ റെഫ്രിജറന്റ് മെയിൻ കമ്പോണന്റ്. അതിന്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അടിക്കുക, അല്ലെ കത്തിപ്പോവും മൊത്തം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർക്കുന്നത്. നമുക്ക് അതിന്റെ സെറ്റപ്പിലേക്ക് പോവാം. സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു അലൈൻമെന്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. കണ്ടൻസർ മുകളിൽ തന്നെ ഉണ്ട്, കാണാൻ പറ്റുമായിരിക്കും. ഏറ്റവും മുകളിൽ കണ്ടൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കണ്ടൻസറിനകത്തുള്ള തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് വാട്ടർ ഇങ്ങനെ താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോട്ട് വാട്ടർ തിരിച്ചു പോകും. അത് കണ്ടൻസറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ അറ്റ്മോസ്ഫറിക് തണുപ്പിക്കലല്ല നടത്തുന്നത്. നമ്മൾ സാധാ ഫ്രിഡ്ജിലുള്ള പോലെ അറ്റ്മോസ്ഫറിക് എയർ കൊണ്ടല്ല തണുക്കുന്നത്. പകരം നമ്മൾ കൂളിംഗ് വാട്ടർ, തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് തണുപ്പിക്കുന്നത്. അതാണ് ഈ കണ്ടൻസർ. അത് മുകളിൽ തന്നെയുള്ളത്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ റൈറ്റ് സൈഡ് നമ്മൾ സാധാരണ പഠിച്ച കംപ്രസർ ആയിരുന്നു. കംപ്രസറിന് വരെ ഞാൻ ഇപ്പോൾ ഇവിടെ റിസീവർ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട്. റിസീവർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റിസീവ് ചെയ്യാം. നമ്മൾ അമോണിയ വരുന്നതിനൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം, അമോണിയൊക്കെ സ്വരുക്കൂട്ടി വെക്കാനുള്ള ഒരു റിസീവർ. പിന്നെ നമുക്ക് താഴത്തുള്ളത് കണ്ടൻസർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോവുക എക്സ്പാൻഷൻ വാൾവിലേക്ക് തന്നെയായിരുന്നു. അപ്പോൾ എക്സ്പാൻഷൻ വാൾവ് തന്നെയാണ് കാണുന്നത്. പിന്നെ എക്സ്പാൻഷൻ വാൾവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവാപ്പറേറ്റർ, അത് ഫ്രീസറിന്റെ കമ്പാർട്ട്മെന്റ് ഇവാപ്പറേറ്റർ, അത് താഴെ തന്നെയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്ക് കുറേ അലങ്കൂലത്തായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണാം. ഒരു കംപ്രസറിന് പകരം നമ്മളിവിടെ വെച്ചിട്ടുള്ളത് പല പല ഐറ്റംസ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് കാണുന്ന പോർഷനാണ് നമ്മൾ കംപ്രസറിന് പകരം വെച്ചിട്ടുള്ളത്. എനിക്ക് ഇത്രയും ഐറ്റം കാണാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചത്. ഈ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം ഒഴിവായി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾ അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. കണ്ടൻസർ ഉണ്ട്, കണ്ടൻസറിന്റെ അകത്ത് നേരെ റിസീവറുള്ള റിസീവർ എന്ന് വെച്ചാൽ വലിയ പ്രത്യേകിച്ച് എന്തോ വലിയ സംഭവം ഒന്നല്ല. നമ്മൾ വരുന്ന അമോണിയനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്, കുറച്ച് അമോണിയനെയൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സാധനം, അത് സ്റ്റോർ ചെയ്യുന്ന പോലത്തെ ഒരു സാധനം. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നേരെ എക്സ്പാൻഷൻ വാൾവിലേക്ക് പോകുന്നത്. അതായത് കണ്ടൻസറിൽ നിന്ന് നേരെ എന്തായാലും എക്സ്പാൻഷൻ വാൾവിലേക്ക് തന്നെ പോവാം. എക്സ്പാൻഷൻ വാൾവിൽ നിന്ന് അത് നേരെ ഇവാപ്പറേറ്ററിലേക്ക് പോവാം. നമ്മളെ സൈക്കിള് ഫുൾ ക്ലോക്ക് വൈസ് ആണ്. ഇത്രയും കാലം പഠിച്ച സൈക്കിളൊക്കെ ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രാവശ്യം ഈ ഫിഗർ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തത്. എൻ്റെ കയ്യിലുള്ള ഈ മെറ്റീരിയലിൻ്റെ അകത്തുള്ള ഫിഗർ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളത്. ക്ലോക്ക് വൈസ് ആണ് ഫുൾ മൂവ്മെന്റ് ഉള്ളത്. 6, 7 ഇങ്ങനെ 7 വന്ന് 8 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതവിടെ കിടക്കട്ടെ. പിന്നെ ഷെയ്ഡ് ചെയ്ത് വെച്ചൊരു പോർഷൻ കാണാം. അതെന്ന് വെച്ചാൽ നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ അകത്തുള്ള ഒരു കംപ്രസർ മാത്രം മാറ്റിയിട്ട് വെച്ച ഒരു സിസ്റ്റം. കംപ്രസർ ഇല്ല, കംപ്രസറിന് പകരം നമ്മൾ കുറെ ഐറ്റംസിനെ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടാണ്. അപ്പൊ എന്തൊക്കെയാ ഐറ്റംസ്, അതിന്റെയൊക്കെ ഫങ്ഷൻസ് എന്തൊക്കെയാ, ഇതൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഉപയോഗിച്ച റെഫ്രിജറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയ വേപ്പർ തന്നെയാണ്. അമോണിയ തന്നെയാണ് ഉപയോഗിച്ച റെഫ്രിജറന്റ്. പിന്നെ അമോണിയന്റെ കൂടെ
കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ആ വെള്ളം എന്തിനാന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് തുടക്കത്തിലേക്ക് പോവാം. ഇവാപ്പറേറ്ററിന്ന് ബാക്കി ഭാഗത്തിലേക്ക് പോവാം. നമ്മളെ കയ്യിലുള്ള ഇവാപ്പറേറ്ററിന്റെ അകത്തുനിന്ന് റെഫ്രിജറന്റ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് നേരെ പോകുന്നത് ശരിക്കും കംപ്രസറിലേക്കായിരുന്നു. വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആണെങ്കിൽ ഇവിടെ നിന്ന് നേരെ വരേണ്ടത് കംപ്രസറിലേക്കായിരുന്നു. പകരം നമ്മൾ എടുത്തിട്ടുള്ളത് അബ്സോർബർ ആണ്. അബ്സോർബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം അബ്സോർബ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെന്റ് ആണ്, അതൊരു ഡിവൈസാണ്. എന്താ അബ്സോർബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കയ്യിലുള്ള റെഫ്രിജറന്റ് അമോണിയ ആണ്. അവിടെ സൗണ്ടിനൊന്നും പ്രശ്നമില്ലല്ലോ, ആരും ഒന്നും അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനൊന്നും ഒരു റെസ്പോൺസ് ഇല്ലാത്ത. ആ എന്നാ ഓക്കെ. അതായത് നമ്മളെ റെഫ്രിജറന്റ് അമോണിയനെ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് അബ്സോർബ് ചെയ്യിക്കാൻ വേണ്ടി പോവാം. ഈ അബ്സോർബർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്ത് ഫുൾ നമ്മൾ നിറച്ചു വെച്ചിട്ടുണ്ടാവുക, കുറെ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമില്ല, അബ്സോർബറിന്റെ അകത്തുള്ളത് കുറച്ച് വെള്ളമാണ്. അപ്പൊ നമ്മൾ അമോണിയ വേപ്പർ ഇങ്ങനെ വന്നിട്ട് വേപ്പർ സ്റ്റേജിലാണല്ലോ ഉണ്ടാവുക. ഇവാപ്പറേറ്ററിന്റെ അകത്തുനിന്ന് ചൂടൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ റെഫ്രിജറന്റ് എന്ത് സ്റ്റേജിലേക്ക് മാറും? വേപ്പർ ആയിട്ടുള്ള സ്റ്റേജിലേക്കാണ് മാറുക. നമുക്കൊരു വേപ്പർ സ്റ്റേജിലാണ് അതിനെ കിട്ടുക. കാരണം ചൂട് വലിച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ച ഭക്ഷണ സാധനത്തിന്റെ അകത്തുനിന്നൊക്കെ ചൂട് വലിച്ചെടുത്തിട്ട് അമോണിയ എന്തായി? വേപ്പറിലായി. അതേപോലെ തന്നെ ചെറിയ പ്രഷറിലേ ഉള്ളൂ, ലോ പ്രഷർ ആയിട്ടുള്ള വേപ്പറാണ്. കാരണം എന്താ? പ്രഷർ കുറയാനുള്ള കാരണം നമ്മൾ എക്സ്പാൻഷൻ വാൾവ് ഒക്കെ വെച്ചിട്ട് എക്സ്പാൻഡ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്, പ്രഷറൊക്കെ കുറച്ചിട്ട്. അപ്പൊ അടുത്ത ലോ പ്രഷർ ആയിട്ടുള്ള അമോണിയ വേപ്പർ, അങ്ങനെയാണ് നമുക്ക് വേപ്പർ ആയത്. അത് വേപ്പർ എന്ന് വെച്ചാൽ നീരാവി പോലത്തെ സാധനം. നീരാവി പോലത്തെ സാധനം നമ്മൾ അബ്സോർബറിന്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. ഈ അബ്സോർബർ എന്ന് പറഞ്ഞ ഒരു പാത്രമാണെന്ന് വിചാരിക്കുക, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പാത്രം. ഓക്കെ, അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വേപ്പർ അമോണിയനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ വേപ്പർ അമോണിയ എന്താവും? വെള്ളമായിട്ട് മിക്സ് ആവും. വെള്ളമായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അത് ലിക്വിഡ് അമോണിയൻ ആവുമല്ലോ അല്ലെ? വേപ്പർ സ്റ്റേജിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക നീരാവി ആയിട്ടുള്ളൊരു അമോണിയ വേപ്പർ നമ്മളെ വെള്ളത്തിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതുമായിട്ട് മിക്സ് ആയിട്ട് ഇവിടെ നമുക്ക് അമോണിയും വാട്ടറും തമ്മിലുള്ള ഒരു മിക്സ്ചറാണ് പിന്നെ കിട്ടുക. അപ്പൊ അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂളിംഗ് വാട്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ, അത് അവിടെ കിടന്നോട്ട്. കൂളിംഗ് വാട്ടറിന്റെ പരിപാടി അത് മാത്രമേ ഉള്ളൂ. നേരത്തെ മുകളിൽ നിങ്ങൾക്ക് കണ്ടൻസറിന്റെ അകത്തും കാണാം ഈ ഒരു കൂളിംഗ് വാട്ടർ. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ അകത്ത് അമോണിയൻ ഇട്ട് മിക്സ് ആക്കി. അങ്ങനെ മിക്സ് ആക്കിയ സൊല്യൂഷനെ നമ്മൾ പറയുക സ്ട്രോങ് സൊല്യൂഷൻ എന്ന് പറയും. അതായത് ഇപ്പം വെള്ളം മാത്രമല്ല ഉള്ള, വെള്ളത്തിന്റെ അകത്ത് കുറച്ച് അമോണിയ ഒക്കെ കയറി വന്നിട്ടത് സ്ട്രോങ് ആയിട്ടുണ്ട്, ഒന്ന് സ്ട്രോങ് സൊല്യൂഷൻ ആയി. സ്ട്രോങ് സൊല്യൂഷൻ ആയ സാധനത്തിനാ, അതായത് നമുക്ക് ഈ പൈപ്പ് ലൈനിൽ കൂടെ ഓടിക്കണ്ടേ, ഫുൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പമ്പാന്ന് വെച്ചിട്ടുള്ളത്. കംപ്രസർ അല്ല, സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു പമ്പ്. ആ പമ്പ് വെച്ചിട്ട് ഞാൻ ഈ സ്ട്രോങ് സൊല്യൂഷനെ അടിച്ചു വിടുക എങ്ങോട്ടേക്ക്? പുതിയൊരു സാധനമാണ് ജനറേറ്റർ. ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ കല്യാണപ്പുരക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനം പോലെ തന്നെ. ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് നമ്മൾ പെട്രോളും ഡീസലൊക്കെ ഒഴിച്ചിട്ട് കത്തിച്ചിട്ടാണ് നമ്മൾ കറണ്ടൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ആ നമ്മളെ കല്യാണപ്പുരക്കലുള്ള സാധനം. അതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീം ചെയ്യുന്നു. സ്റ്റീം ഓർ ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ടാണ് ഇതിനെ ചൂടാക്കുന്നത് ജനറേറ്ററിന്. ഈ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വെള്ളവും അമോണിയം കൂടിയിട്ടായിരുന്നു വന്നത്. മാത്രമല്ല പമ്പ് വഴി ആണ് കടത്തി വിട്ടത്. അപ്പൊ പമ്പിന്റെ അകത്ത് നിന്ന് കുറച്ച് പ്രഷറൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ പ്രഷറായിട്ടുള്ള സ്ട്രോങ് സൊല്യൂഷൻ ജനറേറ്ററിലേക്ക് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റർ കടന്ന് ചൂടായിക്കൊണ്ടിരിക്കുക. സ്റ്റീം അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ ചൂടായിക്കൊണ്ടിരിക്കുക ജനറേറ്ററിന്. ചൂടാകുന്ന സമയത്ത് വെള്ളം എന്തായാലും തിളക്കൂല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. വെള്ളം തിളക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിൽ പോകണം. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അമോണിയ വരുമ്പോഴത്തേക്ക് അമോണിയ പെട്ടെന്ന് തിളക്കും അല്ലേ? അമോണിയക്ക് ലോ ബോയിലിംഗ് പോയിന്റ് ആണ്, പെട്ടെന്ന് തിളച്ചു പോകും. അപ്പൊ എന്താവും? അമോണിയ തിളച്ചിട്ട് ഈ 6 എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ ഇങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങും. അതായത് ഹൈ പ്രഷർ അമോണിയ വേപ്പർ തിളച്ചല്ലോ അമോണിയ. അപ്പൊ അതുകൊണ്ട് ഹൈ പ്രഷറും ആയിരിക്കും, പിന്നെ അമോണിയന്റെ വേപ്പറായിട്ട് തന്നെ ഉണ്ടാവുക. അതാണ് ജനറേറ്ററിൽ നടന്ന പരിപാടി. ഓക്കെ അല്ലേ? അതൊന്നുകൂടെ ഈ ഒരു സർക്യൂട്ട് മാത്രം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. നമ്മൾ ഇവാപ്പറേറ്ററിന്റെ അകത്തുനിന്ന് ഭക്ഷണ സാധനത്തിന്റെ അകത്തുനിന്ന് ചൂടൊക്കെ വലിച്ചെടുത്തിട്ട് അമോണിയ ലോ പ്രഷർ ആയിട്ടുള്ള അമോണിയ വേപ്പറായിട്ടാണ് നമുക്ക് കിട്ടുക. ആ കിട്ടിയ സാധനത്തിന് ലോ പ്രഷർ അമോണിയ വേപ്പറിന ഞാൻ അബ്സോർബറിന്റെ അകത്ത് കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുമായിട്ട് മിക്സ് ആക്കി.
മിക്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് അമോണിയം വെള്ളവും തമ്മിലുള്ള ഒരു മിക്സ്ചറാണ് കിട്ടുക. ആ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ സ്ട്രോങ് സൊല്യൂഷനെ ഞാൻ പമ്പ് വെച്ചിട്ട് അടിച്ചിട്ട് എവിടത്തേക്ക് വിട്ടു? ജനറേറ്ററിലേക്ക് വിട്ടു. ജനറേറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജനറേറ്റർ അവിടെ കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം ചൂടായിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ അകത്തേക്ക് ഞാൻ ഈ വെള്ളവും അമോണിയം കൂടി മിക്സ്ചർ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അമോണിയ പെട്ടെന്ന് നീരാവിയാവും. അങ്ങനെയാണത് ഹൈ പ്രഷർ അമോണിയ വേപ്പറായിട്ട് മാറിയത്. കാരണം ഇതൊരു കുക്കർ പോലത്തെ ഒരു സാധനമാണെന്ന് വിചാരിക്കും. നമ്മൾ കുക്കറിൻ്റെ അകത്ത് ഇത് ഇട്ടിട്ടാണുള്ളത്. അപ്പൊ എന്താ, പ്രഷർ കൂടും, അമോണിയ വേപ്പർ സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം നമ്മൾ വെള്ളവും അമോണിയം കൂടിയിട്ടായിരുന്നു ജനറേറ്ററിനെ കടത്തി വിട്ടത്, ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. അപ്പം വെള്ളത്തിന് എന്ത് സംഭവിക്കണം? വെള്ളം ഇവിടെ ജനറേറ്ററിൽ കുടുങ്ങിക്കിടക്കുക. ആ വെള്ളത്തിനെ ഞാൻ എവിടത്തേക്ക് വിടും? അതായത് വീക്ക് സൊല്യൂഷൻ, വെള്ളവും പിന്നെ കുറച്ച് അമോണിയ ഉണ്ടാവും, കുറച്ച് തുരപ്പന്മാരുണ്ടാവല്ലോ പോവാത്തത് അമോണിയ. അപ്പൊ ആ കുറച്ച് അമോണിയും പിന്നെ കുറെ വെള്ളവും, അതിനെയാണ് നമ്മൾ വീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രഷർ റെഡ്യൂസിങ് വാൾവ് വഴി തിരിച്ച് അബ്സോർബറിലേക്ക് തന്നെ, കാരണം അബ്സോർബറിന്റെ അകത്ത് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്, തിരിച്ചത് അബ്സോർബറിൽ തന്നെ എത്തും വെള്ളം, വീക്ക് സൊല്യൂഷൻ. അങ്ങനെ ഇരിക്കുന്ന വീക്ക് സൊല്യൂഷൻ്റെ അകത്ത് നിന്ന് പിന്നെയും അമോണിയ വേപ്പർ ഇവാപ്പറേറ്ററിന്റെ അകത്ത് നിന്ന് കടന്നു വന്ന് ഇതുമായിട്ട് മിക്സായി പിന്നെയും തിരിച്ച് പമ്പ് വഴി പോയി ജനറേറ്ററിൽ എത്തി നോക്കുമ്പോൾ അവിടെ ചൂടായിക്കൊണ്ടിരിക്കുക ജനറേറ്റർ. അതുകൊണ്ട് തന്നെ അമോണിയ, ഹൈ പ്രഷർ അമോണിയ വേപ്പർ വീണ്ടും മുകളിലേക്ക് തന്നെ പോവും, ഇതുവഴി അങ്ങ് പോവും ഹൈ പ്രഷർ അമോണിയ വേപ്പർ. ബാക്കിയുള്ള കുറച്ച് അമോണിയും പിന്നെ നമ്മളെ വെള്ളവും, മാക്സിമം വെള്ളവും, അതിനെയാണ് നമ്മൾ വീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ സൊല്യൂഷൻ എവിടത്തേക്ക് പോകും? ഒരു പ്രഷർ റെഡ്യൂസിങ് വാൾവ് വഴി. കാരണം നമ്മൾ വെള്ളത്തിന്റെ പ്രഷറിലായിരുന്നു ഉണ്ടായത്, അതിനെ തിരിച്ച് സാധാ പ്രഷറിലേക്ക് തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ റെഡ്യൂസിങ് വാൾവ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് സാധാ വെള്ളം തന്നെയായിട്ട് തിരിച്ച് അബ്സോർബറിൽ തന്നെ വന്നു വിടും. അപ്പൊ ഇതാണ് വെള്ളത്തിന്റെയും അമോണിയ ആയിട്ടുള്ള ഒരു സർക്യൂട്ട്. വെള്ളവും അമോണിയം കൂടി മിക്സ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഇവിടെ. ഇത്രയും ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഇത്രയും ഐറ്റം നമുക്കുള്ളത് കംപ്രസറിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു അബ്സോർബറിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കാരണം അമോണിയ വേപ്പറിനെ വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അബ്സോർപ്ഷൻ പ്രോസസ് അവിടെ നടക്കുന്നതിനെ കൊണ്ടാണ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അങ്ങനെ എനിക്കൊരു കാര്യം കിട്ടിയത്, ഹൈ പ്രഷർ അമോണിയ ആണ് എൻ്റെ മോൾ ഭാഗത്തുള്ളത്. ഹൈ പ്രഷർ അമോണിയന വേപ്പറിനെ ഞാൻ എന്താക്കണം? കണ്ടൻസർ വഴി കൂൾ ചെയ്യണം. ആദ്യം ടെമ്പറേച്ചർ കുറക്കണം. അപ്പൊ കണ്ടൻസർ വഴി ഞാൻ തണുപ്പിച്ചു. അപ്പൊ അത് ലിക്വിഡ് അമോണിയ ആയി മാറി, കാണാൻ പറ്റും. ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് അമോണിയ ആയി, കാരണം കണ്ടൻസർ വഴി ഞാൻ തണുപ്പിച്ചു. ആ ലിക്വിഡ് അമോണിയ ഒക്കെ കൂടി വന്നു ചേരുന്നത് ഒരു റിസീവറിന്റെ ഉള്ളിലേക്കാണ്. ആ റിസീവറിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്ന സമയത്ത് ബാക്കിയുള്ള അമോണിയ കുറച്ച് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ നമുക്ക് ഹൈ പ്രഷർ ആയിട്ടുള്ള അമോണിയനെ പ്രഷർ കുറക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പാൻഷൻ വാൾവ് അവിടെ വെച്ചിട്ടുണ്ട്. എക്സ്പാൻഷൻ വാൾവ് കൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് പ്രഷറും കുറയും, എന്തും കുറയും, ടെമ്പറേച്ചറും കുറയും. എക്സ്പാൻഷൻ വാൾവിന്റെ പ്രത്യേകത പ്രഷറും കുറയും, ടെമ്പറേച്ചറും കുറയും. അങ്ങനെ പ്രഷറും ടെമ്പറേച്ചറും കുറഞ്ഞ സാധനത്തിന് ഞാൻ പിന്നെയും ഇവാപ്പറേറ്ററിലേക്ക് കടത്തിവിടും. ഇവാപ്പറേറ്റർ എന്നത് എന്താവും? നമ്മൾ ഭക്ഷണ സാധനത്തിൻ്റെ അകത്ത് ഹീറ്റ് വലിച്ചെടുത്തിട്ട് പ്രഷറിന് വ്യത്യാസം ഉണ്ടാവില്ല, ലോ പ്രഷറിൽ തന്നെ അമോണിയ വേപ്പറായിട്ട് മാറും. പിന്നെയും ഈ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ മൊത്തം പരിപാടിക്കാണ് നമ്മൾ പറയാ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം, അല്ലെങ്കിൽ അമോണിയ വാട്ടർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയും. കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അമോണിയം വെള്ളമാണ്. അതുകൊണ്ട് ഒന്നിക്കൽ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അമോണിയ വാട്ടർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതാണ് നമ്മളെ ആ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗ്രാഫ് ഒന്നും വരയ്ക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ വർക്ക് കൊടുക്കുന്നേയില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മൾ എവിടെയും വർക്ക് കൊടുക്കുന്നില്ല. വർക്കിന് പകരം നമ്മൾ കൊടുക്കുന്ന മൊത്തം ഹീറ്റാണ്. ജനറേറ്ററിൻ്റെ അകത്ത് നമ്മളൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് നിന്ന് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഭക്ഷണ സാധനത്തിൻ്റെ അകത്തുള്ള ഹീറ്റ് നമ്മൾ അമോണിയക്ക് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ജനറേറ്ററിൻ്റെ അകത്തു നിന്നും നമ്മൾ ഹീറ്റ് അമോണിയക്ക് കൊടുക്കുകയാണ്. പിന്നെ ഹീറ്റ് എവിടെ നിന്നാണ് കളയുന്നത്? ഹീറ്റ് കളയുന്നത് ആകെ കണ്ടൻസറിൻ്റെ അകത്ത് നിന്ന് മാത്രമാണ്. അമോണിയൊക്കെ കിട്ടിയ ഹീറ്റ് പുറത്തേക്ക് കളയുന്നത് എവിടെ നിന്ന് മാത്രമാണ്? കണ്ടൻസറിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ അമോണിയ ഹീറ്റിനെ പുറത്തേക്ക് തള്ളുന്നുള്ളൂ. ബാക്കി എല്ലാ ഭാഗത്ത് പോയി കഴിഞ്ഞാലും അമോണിയക്ക് എട്ടിന്റെ പണിയാണ്. ഇവിടെ നിന്നായാലും ഹീറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനറേറ്ററിന്റെ അകത്തുനിന്ന് ഹീറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ ഭക്ഷണ സാധനത്തിന്റെ അകത്തുനിന്നും ഹീറ്റ് വലിച്ചെടുക്കുന്നുണ്ട്.
അപ്പൊ ഈ രണ്ട് ഹീറ്റും QG എന്ന് വെച്ചാൽ ഹീറ്റ് അറ്റ് ജനറേറ്റർ, QE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് അറ്റ് ഇവാപ്പറേറ്റർ. ഈ രണ്ട് സ്ഥലത്തും ഹീറ്റ് അമോണിയക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമോണിയ ആകെ ഹീറ്റ് കളയുന്നത് എവിടെ മാത്രമാണ്? QCയിൽ, അതായത് ഏതാ കണ്ടൻസറിൽ മാത്രമാണ് ഹീറ്റ് പുറത്തേക്ക് കളയുന്നത്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം അറിയാം, ഒരു ക്ലോസ്ഡ് സൈക്കിൾ ആകുമ്പോൾ മൊത്തം ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് ഔട്ട്പുട്ടും ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മളെ മെയിൻ പോളിസി. ഹീറ്റിന്റെ നമുക്ക് വേറൊരു ടേമിലേക്ക് പറയുകയാണെങ്കിൽ എൻട്രോപ്പി എന്ന് പറഞ്ഞ സാധനം ഈ മൊത്തം സൈക്കിളിൽ എന്തായിരിക്കണം? മൊത്തം സൈക്കിളിലെ എൻട്രോപ്പി മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം എന്ന് പറയാം. അത് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഹീറ്റ് സപ്ലൈഡും ഹീറ്റ് റിജക്റ്റഡും ഈക്വൽ ആയിരിക്കണം. അതാണ് ഒരു ഐഡിയൽ സൈക്കിളിന്റെ പ്രത്യേകത, അല്ലെ? കൊടുത്ത ഹീറ്റൊക്കെ പുറത്തേക്ക് കളയണം, ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. അതാണ് ഒരു ഐഡിയൽ സൈക്കിളിന്റെ പ്രത്യേകത. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. അതിനെ നമ്മൾ വേറൊരു ടേംസിൽ പറയുകയാണെങ്കിൽ മൊത്തം എൻട്രോപ്പി ഈ ഒരു സൈക്കിളിൽ അതിൽ എൻട്രോപ്പി എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നെറ്റ് എൻതാൽപ്പി = 0 ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഹീറ്റിന്റെ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞത്. അമോണിയക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് ജനറേറ്റർ വഴിയും പിന്നെ അബ്സോർബ് ചെയ്യുന്നത് ഇവാപ്പറേറ്ററിന്റെ അകത്തുനിന്നാണ്. ഈ രണ്ട് ഭാഗത്തുനിന്ന് കിട്ടിയ ഹീറ്റ് അമോണിയ എവിടെ കൊണ്ടുപോയി കളയും? നമ്മളെ കണ്ടൻസറിന്റെ അകത്തുനിന്നാണ് പുറത്ത് കളയുന്നത്. അപ്പൊ നമുക്ക് പറയാം മൊത്തം എൻട്രോപ്പി, നെറ്റ് എൻട്രോപ്പി = 0 ആയിരിക്കണം എന്ന് പറയാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ നമ്മളെ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിനെ ഒന്നുകിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുക. അതല്ലെങ്കിൽ പിന്നെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റവും വേപ്പർ കംപ്രഷൻ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എന്താ വ്യത്യാസം ഉള്ളതെന്ന്. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കംപ്രസർ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ വരിക, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഓവർ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. രണ്ടും തമ്മിലുള്ള അപ്പുറം ഇപ്പുറം കമ്പയർ ചെയ്യാനാ ചോദിക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. ദ കംപ്രഷൻ ഓഫ് ദ റെഫ്രിജറന്റ് ഈസ് ഡൺ ബൈ അബ്സോർപ്ഷൻ. ഏതില്? കംപ്രഷൻ പ്രോസസ് നടക്കുന്നത് നമ്മൾ ഈ അബ്സോർപ്ഷനും പിന്നെ അതുവഴി ഒരു പമ്പ് വെച്ചിട്ട് കടത്തി വിട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. അതേസമയം വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ അകത്ത് എവിടെയാണ്? കംപ്രഷൻ ഓഫ് റെഫ്രിജറന്റ് ഈസ് ഡൺ ബൈ കംപ്രസർ. കംപ്രസർ ആണ് കംപ്രഷൻ പ്രോസസ് നടത്തുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇൻ വേപ്പർ കംപ്രഷൻ സൈക്കിൾ ദ കംപ്രസർ ഈസ് ദ മേജർ പവർ കൺസ്യൂമിംഗ് ഡിവൈസ്. വേപ്പർ കംപ്രഷൻ സൈക്കിൾ എടുത്തു നോക്കുകയാണെങ്കിൽ കംപ്രസർ അത് ഭയങ്കരമായിട്ട് പവർ വലിച്ചെടുക്കും. അതേസമയം വൈൽ ഇൻ വേപ്പർ അബ്സോർപ്ഷൻ സൈക്കിൾ പമ്പ് ഈസ് യൂസ്ഡ് ഫോർ പമ്പിങ് റെഫ്രിജറന്റ്. അപ്പൊ എന്താ സംഭവിക്കുക? പമ്പിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസറിന്റെ അത്രയും പവർ ആവശ്യമില്ലാത്തൊരു സാധനമാണ് പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വർക്ക് ഇൻപുട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒട്ടും കൊടുക്കാത്ത രീതിയിലാണ് നമ്മൾ ഇതിനെ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കംപ്രസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഒച്ചപ്പാടായിരിക്കും. അതേസമയം പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് വലിയ ഒച്ച ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അതാണ് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം കുറച്ച് നല്ല സ്ലോ മോഷനിലായിരിക്കും, അത് നമുക്ക് അധികം ഒച്ചയൊന്നും ഉണ്ടാവില്ല അത് വർക്ക് ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ വേണ്ടിയിട്ട്. അതേസമയം വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആണെങ്കിൽ നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജ് എടുത്ത് നോക്കുക, അതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ നല്ല ഒച്ച ഉണ്ടാവും. ഫ്രിഡ്ജ് ഓൺ ആയ പാടന്നെ നല്ല ഒച്ചയായിരിക്കും ഉണ്ടാകുക. അപ്പൊ അതാണ് അടുത്തത്. പിന്നെ പറയുന്നത് ഒന്നാമത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ചാൽ അമോണിയ. അമോണിയം വെള്ളമാണ്. അമോണിയ എല്ലാവർക്കും അറിയാം ടോക്സിക് ആണ്. അമോണിയ എന്ന് പറഞ്ഞ റെഫ്രിജറന്റ് ടോക്സിക് ആണ്. ടോക്സിക് ആയ സമയത്ത് എന്ത് സംഭവിക്കും? ലീക്കേജ് വന്നാൽ പണി കിട്ടും. അപ്പം ഇവിടെ ലീക്ക് വരാനുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? ഇപ്പൊ ഞാൻ വരച്ച ചിത്രത്തിന്റെ അകത്ത്, കാണിച്ച ചിത്രത്തിന്റെ അകത്ത് എവിടെയും ലീക്ക് വരാനുള്ള സാധ്യത ഇല്ല, അല്ലേ? കാരണം എല്ലാം പാത്രത്തിന്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ള കളിയാണ്. ഇൻ കേസ് കംപ്രസർ ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ലീക്കേജ് വരാൻ സാധ്യതയില്ല. കാരണം ഹൈ പ്രഷറിലൊക്കെ വരുമ്പോഴത്തേക്ക് ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൈപ്പൊക്കെ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ലീക്കേജ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അമോണിയ എന്ന് പറഞ്ഞ റെഫ്രിജറന്റ് നമുക്ക് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ലീക്കായിട്ട് ടോക്സിക് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് ഏതിൻ്റെ അകത്ത് ഉപയോഗിക്കാം? ഈ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന്റെ അകത്ത് നമുക്ക് ധൈര്യമായിട്ട്
അമോണിയനെ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയ എന്ന് പറയുന്ന സാധനം എന്താ, അമോണിയ ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറന്റ് വിച്ച് ഈസ് ഈസിലി അവൈലബിൾ അല്ലെങ്കിൽ ചീപ്ലി അവൈലബിൾ ആണ്. ഈസിലി ആൻഡ് ചീപ്ലി അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ് അമോണിയ എന്ന് പറയുന്നത്. മാത്രമല്ല അതിന് വിലയും എന്താണ് കുറവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, നോ ലീക്കേജ് ഓഫ് റെഫ്രിജറന്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ലീക്കേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കാരണം കംപ്രസർ ഒന്നുമില്ല, അങ്ങനെ ഹൈ പ്രഷർ ഒന്നും വരാൻ സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലീക്കേജ് ഉണ്ടാവാനും സാധ്യത കുറവാണ്. പിന്നെ അടുത്ത പറയുന്നത് ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് ഈസ് മച്ച് ഹയർ. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഇഷ്ടം പോലെ എക്യുപ്മെന്റ്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ കൂടുതലുള്ള പരിപാടിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കൂളിംഗ് ടവർ നമുക്ക് ആവശ്യം, കൂളിംഗ് വാട്ടർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടൻസറിൻ്റെ അകത്തും ഒക്കെ. അപ്പൊ കൂളിംഗ് ടവർ ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പൈസ കുറച്ച് ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ വർക്കിംഗ് പ്രഷർ ഓഫ് അബ്സോർപ്ഷൻ റെഫ്രിജറന്റ് സൈക്കിൾ ആർ വെരി ലോ. അബ്സോർപ്ഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ പ്രഷർ എന്ന് പറയുന്ന സാധനം കുറവായിരിക്കും അല്ലേ, നമ്മൾ കംപ്രസർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും. പിന്നെ ലാസ്റ്റ് പറയുന്നത് ഇതും കൂടി ആലോചിച്ച് നോക്കിയാൽ മതി, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് അബ്സോർപ്ഷൻ റെഫറൻസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിലൊന്നും ഇത് ഉപയോഗിക്കാത്തത്. ഇതൊക്കെ വലിയ വലിയ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ഉപയോഗിക്കുക. വേപ്പർ കംപ്രഷൻ സിസ്റ്റം നമ്മൾ സാധാ വീട്ടിൽ ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ഇതിന്റെ COP കണ്ടുപിടിക്കണം. COP കണ്ടുപിടിക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായി എൻട്രോപ്പി എന്ന് പറഞ്ഞ സാധനം ഈ ഒരു പേജിലേക്ക് പോവാ. ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായി നെറ്റ് എൻട്രോപ്പി എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ എൻട്രോപ്പി ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ കൊടുത്തത് എവിടെയൊക്കെയാ ഹീറ്റ്, QG ജനറേറ്ററിൻ്റെ അകത്ത് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് QE രണ്ട് സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്ത്, ഹീറ്റ് കൊടുത്ത്. അപ്പോൾ ഈ മൊത്തം എൻട്രോപ്പി ഹീറ്റ് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ആണ് എൻട്രോപ്പി, അറിയായിരിക്കും. Q is equal to T into S എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ S is equal to Q by T ആയിരിക്കും. അപ്പൊ ഈ ഒരു എൻട്രോപ്പി ജനറേറ്ററിൻ്റെ അകത്ത് ഉണ്ടായ എൻട്രോപ്പി QG by TG പ്ലസ് QE by TE ഇവാപ്പറേറ്ററിൻ്റെ അകത്തുള്ള എൻട്രോപ്പി ഈക്വൽ ടു കണ്ടൻസറിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കൊടുക്കുന്നത്, അപ്പൊ QC by TC ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം, QC കണ്ടൻസറിൻ്റെ അകത്തുള്ള ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതായിരിക്കില്ലേ ജനറേറ്ററിൻ്റെ അകത്തുണ്ടായ ഹീറ്റ് പ്ലസ് ഇവാപ്പറേറ്ററിൻ്റെ അകത്തുള്ള ഹീറ്റ്. അപ്പൊ QCക്ക് പകരം ഞാൻ QG പ്ലസ് QE ഡിവൈഡ് ബൈ അടിയിലുള്ള ടെമ്പറേച്ചർ TC തന്നെയായിരുന്നു, TC തന്നെ ഇട്ടു. അത് നമുക്ക് ഈ മൊത്തം ഇക്വേഷനെ ഞാൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. QG by TG പ്ലസ് QE by TE ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം, QG പ്ലസ് QE ഡിവൈഡ് ബൈ TC എന്ന് പറഞ്ഞിട്ട് എഴുതാം. കാരണം QC എന്ന് പറയുന്നത് കണ്ടൻസറിൻ്റെ അകത്തുള്ള ഹീറ്റ് റിജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി രണ്ട് സ്ഥലത്തു നിന്നും കിട്ടിയ ഹീറ്റാണ് റിജക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് QCനെ എനിക്ക് എന്ത് എഴുതാം, QG പ്ലസ് QE എന്ന് പറഞ്ഞിട്ട് എഴുതാം ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ TC തന്നെ. ഇനി ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ഇങ്ങനെയുള്ള ഒരു സാധനത്തിനാ QG by TG ഞാൻ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഇവിടെ ഉണ്ട് ഒരു QG by TC ഉണ്ട്, അതിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ മൈനസ് QG by TC ആയി. ഇസ് ഈക്വൽ ടു നമുക്ക് QE by TC ഇവിടെ ഒന്നുകൂടി ഉണ്ട്, കാണാൻ പറ്റും. QE by TC അതിനെ ഞാൻ റൈറ്റ് സൈഡിൽ തന്നെ വെച്ചു, QE by TC. ഈ ലെഫ്റ്റ് സൈഡിലുള്ള QE by TE എടുത്തിട്ട് റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് QE by TE ആയി. ഇനി ഇതിൻ്റെ അതുള്ള കോമൺ സാധനത്തിനെ എടുത്ത് പുറത്തിടുക. ഇവിടെ QG കോമൺ ആണ്, അപ്പൊ QGനെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് TC പ്ലസ് TG ഡിവൈഡ് ബൈ TG ഇൻറ്റു TC എന്നിട്ട് കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇസ് ഈക്വൽ ടു QEനെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള സാധനം ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ TE മൈനസ് TC ഡിവൈഡ് ബൈ TC ഇൻറ്റു TE എന്നിട്ട് കിട്ടും. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പിന്നെയും ഞാൻ എഴുതുക TG QG ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതി. അതായത് ഇവിടെയുള്ള സാധനം അവിടെ തന്നെ ഉണ്ട്, QE ഇൻറ്റു TE മൈനസ് TC ഇത് ഇൻറ്റു ഈ ഒരു
ഐറ്റം റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നേരെ തല തിരിയും. ടി ജി ഇൻറ്റു ടി സി ഡിവൈഡ് ബൈ ടി സി മൈനസ് ടി ജി എന്നാവും. ഇവിടെ മൈനസ് ആണ് ശരിക്കും, ഇത് പ്ലസ് അല്ല മൈനസ് ആണ്. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയതാണ്. അപ്പൊ എനിക്ക് ജനറേറ്ററിൻ്റെ അകത്തുള്ള ഹീറ്റിനെ ഒരു ടേമിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഞാൻ എടുത്തിട്ട് ഇവിടെ എന്നും സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. ക്യൂ ഇൻറ്റു ടി ഇ മൈനസ് ടി സിനെ ഞാൻ നേരത്തെ ചെയ്തു. എന്തായിരുന്നു ടി സി മൈനസ് ടി ഇ ഡിവൈഡ് ബൈ ഇത് കൊടുത്തു ഇൻറ്റു അതേപോലെ തന്നെ മുകളിലുള്ള സാധനം അതിനെ ഒന്ന് തലയിൽ ചെയ്താൽ അപ്പൊ 2 മൈനസ് വരും, അത് പോസിറ്റീവ് ആയിക്കോളും. ടി ജി ഇൻറ്റു ടി സി ഡിവൈഡ് ബൈ ടി ജി മൈനസ് ടി സി നാക്കി. ടി സി മൈനസ് ടി ജിനെ ഞാൻ പിന്നെയും അതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് എടുത്ത് പുറത്തേക്ക് ഇട്ടതാണ്. പിന്നെ എനിക്ക് മൊത്തത്തിൽ ഇപ്പൊ എന്ത് എഴുതാം, ടി സിയും ടി ഇ അതായത് ക്യു ഇ ഇൻറ്റു ടി സി മൈനസ് ടി ഇ ഡിവൈഡ് ബൈ ടി ഇ കൊടുത്തു. കാരണം ടി സി ഇവിടെയുണ്ട്, ടി സി ഇവിടെയുണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി പോയി. വെട്ടിച്ചുരുക്കാനുള്ള പരിപാടിയാണ്. എവിടെയും ടി സി ഉണ്ട്, അതിനെ ഞാൻ വെട്ടി. ബാക്കിയുള്ളത് ടി സി മൈനസ് ടി ഇ ഡിവൈഡ് ബൈ ടി ഇ അത് ഇവിടെയുണ്ട് ഇൻറ്റു ടി ജി ഡിവൈഡ് ബൈ ടി ജി മൈനസ് ടി സി അത് ഇവിടെയുണ്ട്. അങ്ങനെയാണ് എനിക്ക് ക്യൂ ജിനെ കിട്ടി. അപ്പൊ നമുക്ക് സി ഒ പി എന്ന് പറയുന്നത് എന്താക്കാം, സി ഒ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയായിരുന്നു നമ്മൾ ഹീറ്റ് അല്ല റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നടക്കുന്നത്, ക്യൂ ഇ ആണ്. ഇവാപ്പറേറ്ററിലാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നടക്കുന്നത്. ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ടാണ്. ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് എവിടെയാണ്, ക്യൂ ജനറേറ്ററിലാണ്. കംപ്രസറിന് പകരം നമ്മൾ ഫിറ്റ് ആക്കിയത് ജനറേറ്ററിനായിരുന്നു. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ജി ജനറേറ്ററിനകത്തുള്ളത്, ആ ടേംസിലേക്ക് മാറ്റിയതാണ്. അപ്പൊ ക്യൂ ഇനെ ഞാൻ ക്യൂ ഇ തന്നെ വന്നിട്ട് എഴുതി. ഡിവൈഡ് ബൈ ക്യൂ ജിനെ എനിക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായി ഒരു ക്യൂ ഇന്റെ ടേമിൽ. അത് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ടു. അത് ഇവിടെ കൊണ്ടുപോയിടുമ്പോൾ എനിക്ക് മനസ്സിലായി മുകളിലും താഴത്ത് വന്നിട്ടുണ്ട്, ക്യൂ ഇ ഇവിടെയുണ്ട്, ക്യൂ ഇ മുകളിലും ഉണ്ട്. അതങ്ങ് വെട്ടിപ്പോയിക്കോളും. ബാക്കിയുള്ള സാധനത്തിനെ മാത്രം എഴുതുന്നത് ടി ഇ ഡിവൈഡ് ബൈ ടി സി മൈനസ് ടി ഇ ഇൻറ്റു ടി ജി മൈനസ് ടി സി ഡിവൈഡ് ബൈ ടി ജി. ഇതാണ് നമ്മളെ സി ഒ പി എന്ന് പറയുന്നത്. ചിലപ്പം ചോദിക്കാം, ഇതുവരെ ചോദിച്ചാൽ കണ്ടിട്ടില്ല, ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. ഒറ്റ ലോജിക്കേ ഉള്ളൂ, മൊത്തം എൻട്രോപ്പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അതായത് കൊടുത്ത എൻട്രോപ്പി, അതായത് ക്യൂ ജി ബൈ ടി ജിയും ക്യൂ ഇ ബൈ ടി ഇയും ഈസ് ഈക്വൽ ടു അത് കളഞ്ഞ എൻട്രോപ്പി ക്യൂ സി ബൈ ടി സി. അതേപോലെ തന്നെ ക്യൂ സി എന്ന് വെച്ചാൽ നമുക്കറിയാം ക്യൂ ജി പ്ലസ് ക്യൂ ഇ ആണ്. അതുകൊണ്ട് ആ ടേമിലേക്ക് മാറ്റുക. പിന്നെ ഫുള്ള് ഉള്ളത് സിംപ്ലിഫിക്കേഷൻ ആണ്. ലാസ്റ്റ് നമുക്ക് സി ഒ പി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് വെച്ചാൽ നമ്മൾ ജനറേറ്ററാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജനറേറ്ററിൻ്റെ അകത്തുള്ള ഹീറ്റ് ചെയ്യുമ്പോൾ വെട്ടിപ്പോയിട്ട് ലാസ്റ്റ് നമുക്ക് ഈ ആൻസർ കിട്ടും. ഇതാണ് സിമ്പിൾ വേപ്പർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സിമ്പിള് ചോദിച്ച കണ്ടിട്ടില്ല, നമ്മൾ ഇനി പഠിക്കാനുള്ളതാണ് ചോദിച്ച കണ്ടിട്ടുള്ളത്. ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചോദിച്ചത് ഒന്നിക്കല് കമ്പയർ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഓവർ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്നായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള പേരൊന്നും നോക്കണ്ട, ഇതൊക്കെ വിട്ടെ, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം പഠിക്കാൻ പോവാം. അതിനെയാണ് ലിഥിയം ബ്രോമൈഡ് അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ലിഥിയം ബ്രോമൈഡ് അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം, അതാണ് ഇതിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഫിഗർ ആയിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ കാണാം, ചെറിയ ഫിഗർ ആണെങ്കിലും ആളൊരു വൃത്തിയായിട്ട കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ് വരച്ചു വെച്ചിട്ടുള്ളത്. എല്ലാ ടെക്സ്റ്റും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാകുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവാപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം, ഒരു വലിയ കള്ളി. ഈ ഒരു ഭാഗം നോക്കിയാൽ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ഗ്ലോബ് അക്വേറിയം പോലത്തെ ഒരു സാധനം, വലിയ നമ്മളെ ഗപ്പീനൊക്കെ ഇട്ട് വെക്കുന്ന അക്വേറിയം പോലത്തെ. അതേപോലെ തന്നെ കണ്ടൻസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം. കണ്ടൻസറും ജനറേറ്ററും കൂടി ഒരുമിച്ചിട്ട് ഒരു ഗ്ലോബിന്റെ അകത്ത് ഇട്ടിട്ടാണ്. ഇവാപ്പറേറ്ററും അബ്സോർബറും ഒരു ഗ്ലോബിന്റെ അകത്താണ് ഉള്ളത്. അതേപോലെ തന്നെ കണ്ടൻസറും ജനറേറ്ററും ഒരു ഗ്ലോബിന്റെ അകത്താണ് ഉള്ളത്.
ഈ ഇങ്ങനെ ഒരു വലിയ സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ ലിഥിയം ബ്രോമൈഡ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയാനകമായ ഒരു പേരാണ്. ലിഥിയം ബ്രോമൈഡ് എന്നൊക്കെ പറയാൻ പേര് കേൾക്കാൻ തന്നെ ഒരു ഭീകരതയുണ്ട്. അതേ ഭീകരതയിലാണ് ഇതിന്റെ ഫിഗറും ഉള്ളത്. വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത സാധനമാണ്. ഫസ്റ്റത്തെ ഒരു ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം. ഞാൻ ലിഥിയം ബ്രോമൈഡിനെ നിങ്ങൾക്ക് ഇവിടെ ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും. ഒരു പൈപ്പ് ലൈനിൽ കൂടെ ലിഥിയം ബ്രോമൈഡ് ആണ് മൊത്തം പോകുന്നത്. ഈ ഓറഞ്ച് കളർ മൊത്തം ലിഥിയം ബ്രോമൈഡ് ആണെന്ന് വിചാരിച്ചോളാം. ലിഥിയം ബ്രോമൈഡ് ആണ് ഈ ഓറഞ്ച് കളർ മൊത്തം. ഈ കാണുന്ന ജനറേറ്ററിന്റെ താഴത്ത് ഭാഗം തൊട്ട് ഇങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. അതിലൂട്ടിയും ഇങ്ങനെ ഒരു പൈപ്പിന്റെ അകത്ത് ഇവിടം വരെ എത്തുന്നത് മൊത്തം എന്താണ്? ലിഥിയം ബ്രോമൈഡാണ്. അങ്ങനെ വിചാരിച്ചോളൂ. അങ്ങനെ തന്നെയാണ്, വിചാരിക്കാൻ മാത്രമൊന്നുമില്ല, അതന്നെ സാധനം. അതേപോലെ തന്നെ നീല കളർ കാണുന്നത് നമ്മൾ എപ്പോഴും കൊടുക്കൽ എന്തിനു വേണ്ടിയിട്ടാണ്? നീല കളർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വെള്ളത്തിനാണ് കൊടുക്കുക. അപ്പം വെള്ളം ഇവിടെയും ഉണ്ട്. ലിഥിയം ബ്രോമൈഡും വെള്ളമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നീല കളറിൽ വെള്ളമുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. അതേപോലെ തന്നെ ഓറഞ്ച് കളറിൽ കാണുന്നത് ലിഥിയം ബ്രോമൈഡാണ്. പിന്നെ ഒരു കളറും കൂടിയുണ്ട്, റോസ് കളർ. ഒരു റോസ് കളറിൽ ഒരു പൈപ്പ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് വെള്ളവും ലിഥിയം ബ്രോമൈഡും കൂടിയുള്ള മിക്സ്ചർ. ഓക്കെ, ഈ 3 ഐറ്റംസ് ആണല്ലോ, 3 കളറിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓറഞ്ച് കളറിലുള്ളത് ലിഥിയം ബ്രോമൈഡാണ്. റോസ് കളറിലുള്ളത് നീല കളറിലുള്ളത് വെള്ളം മാത്രമാണ്. ഈ റോസ് നീലയും കൂടി ഓറഞ്ച് നീലയും കൂടി ചേർന്നിട്ടാണ് നമുക്ക് റോസ് കളർ കിട്ടിയത്. അത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് കളറിന്റെ അർത്ഥം വെള്ളമുണ്ട് ലിഥിയം ബ്രോമൈഡും കൂടിയുള്ള മിക്സ്ചറാണ്. ഇനി നേരത്തെ പഠിച്ച അതേ സാധനം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. തൽക്കാലം നമ്മളെ ഇവാപ്പറേറ്ററിന് പകരം നമ്മളിവിടെ ഒരു വെള്ളം തണുപ്പിക്കാനാണ് ഈ സെറ്റപ്പ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പച്ച കളർ വെള്ളം കാണാം. ഇതാണ് നമ്മളെ ഇവാപ്പറേറ്റർ എന്ന് വിചാരിക്കും. അതിനെ തണുപ്പിക്കാനാണ്. നോക്കിക്കോ, ഹോട്ടായിട്ടുള്ള വെള്ളത്തിനെ ഞാനിങ്ങനെ കടത്തി വിടുകയാണ് ഇവാപ്പറേറ്ററിന്റെ ഉള്ളിലേക്ക്. ഇവാപ്പറേറ്റർ ഇതാ ഇടാം. ഇവാപ്പറേറ്ററിന്റെ ഉള്ളിലേക്ക് ഞാൻ ചൂട് വെള്ളത്തിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇവാപ്പറേറ്ററിൻ്റെ അകത്തുനിന്ന് ഈ വെള്ളത്തിന്റെ ചൂടൊക്കെ റെഫ്രിജറന്റ് വലിച്ചെടുത്തിട്ട് അതിനെ പുറത്തേക്ക് വിടും. കോൾഡ് വാട്ടർ ആയിട്ട് എനിക്ക് തിരിച്ചു തരും. അപ്പൊ ഈ ഒരു സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ നടക്കുന്ന പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സ്. ഞാൻ ഭക്ഷണ സാധനത്തിന് പകരം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചൂടുവെള്ളത്തിനെ കടത്തി വിട്ട് നോക്കി. എന്നിട്ട് ഈ പൈപ്പ് ലൈനിൽ കൂടെ തിരിച്ച് ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് തണുത്ത വെള്ളമായിട്ട് പുറത്തേക്ക് കിട്ടും. അപ്പൊ അത് ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് വരച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സർക്യൂട്ട് വരക്കണമെന്നേ ഇല്ല. അത് വരച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അത് വരക്കണം എന്നൊന്നുമില്ല. അത് ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഇവാപ്പറേറ്ററിൻ്റെ അകത്തുള്ള വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് ഞാൻ ചൂടുവെള്ളം കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് തണുത്ത വെള്ളമായിട്ട് കിട്ടും. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവാപ്പറേറ്റർ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിലൊരു ചിന്ത വരും, ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നീല കളറാണ്. നീല കളർ എന്ന് വെച്ചാൽ എന്തിൻ്റെയാണ്? വെള്ളത്തിൻ്റെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നും, ലിഥിയം ബ്രോമൈഡൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് വെള്ളമാണല്ലോ പക്ഷെ ഇവാപ്പറേറ്ററിലുള്ളത്. സാധാരണ അമോണിയൊക്കെയാണ് നമ്മൾ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കല്. ഇവിടെ പക്ഷെ പുതിയ പേരും കിട്ടി, ലിഥിയം ബ്രോമൈഡ്. സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത എന്ന് വെച്ചാൽ റെഫ്രിജറന്റ് എന്തായിരിക്കും? ലിഥിയം ബ്രോമൈഡ് ആയിരിക്കുന്ന. പക്ഷെ ലിഥിയം ബ്രോമൈഡ് അല്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളത്തിനെ തന്നെയാണ് റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. നിങ്ങൾക്ക് ഇവാപ്പറേറ്ററിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവാപ്പറേറ്ററിൻ്റെ അകത്തുള്ളത് വെള്ളമാണ്. നീല കളറിലുള്ള വെള്ളമാണ് മൊത്തം ഉള്ളത്. അതായത് റെഫ്രിജറന്റ് നമ്മളെ വെള്ളമാണ്. വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ പരിപാടി നോക്കുന്നത്. വെള്ളം വെച്ചിട്ട് തന്നെ ആയതുകൊണ്ട് വെള്ളത്തിന് നമുക്കറിയാം വലിയ തണുപ്പൊന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഈ ലിഥിയം ബ്രോമൈഡ് അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തണുപ്പൊന്നും ഉണ്ടാക്കുന്ന സാധനമൊന്നല്ല. നമ്മൾ ജസ്റ്റ് ചെറിയൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായാലും എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വേണം പഠിക്കാൻ. അതേപോലെ തന്നെ ലിഥിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടുത്തെ അബ്സോർബർ. നമ്മൾ നേരത്തെ വെള്ളമായിരുന്നു അബ്സോർബർ ആയിട്ട് ഉപയോഗിച്ചത്, അമോണിയ വാട്ടർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന്റെ അകത്ത്. ഇവിടെ അതിന് പകരം ലിഥിയം ബ്രോമൈഡിനെയാണ് ഞാൻ അബ്സോർബർ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇവാപ്പറേറ്ററിന്റെ അകത്ത്
ഈ ചൂടുവെള്ളത്തിന്റെ അകത്തുനിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വെള്ളം തിളക്കാൻ തുടങ്ങും. ഇവിടെ കാണുന്ന വെള്ളം തിളച്ചിട്ട് ഈ ഗ്ലോബിന്റെ ഈ അറ്റത്തുനിന്ന് തട്ടിയിട്ട് നേരെ തിരിച്ച് അവിടത്തേക്ക് വീഴും. റൈറ്റ് സൈഡിലേക്ക് വീഴാൻ, ലെഫ്റ്റ് സൈഡിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. കാരണം നീരാവിയാവും വെള്ളം നീരാവിയായിട്ട് അത് നേരെ ഇപ്പുറത്തേക്ക് വീഴും. അങ്ങനെയാണ് നമുക്ക് ലിഥിയം ബ്രോമൈഡ് മിക്സ്ചർ കിട്ടിയത്. അതാണ് റോസ് കളർ. കാണാൻ പറ്റുമായിരിക്കും. റോസ് കളർ എന്ന് വെച്ചാൽ ലിഥിയവും ബ്രോമൈഡും വെള്ളവും തമ്മിലുള്ള മിക്സ്ചറാണ്. ആ മിക്സ്ചറിനെ ഞാൻ നോക്കിക്കോ, അബ്സോർബർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകേണ്ടത് ഒരു പമ്പ് വഴി. പമ്പ് ഇവിടെ കാണാം, സൊല്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞിട്ട്. ആ സൊല്യൂഷൻ പമ്പ് വഴി ഞാൻ എവിടത്തേക്ക് കടത്തി വിടുന്നു? ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഒക്കെ വെച്ചിട്ട് ഞാൻ നേരെ ജനറേറ്ററിന്റെ ഉള്ളിലേക്കാണ് കടത്തി വിടുന്നത്. കാണാൻ പറ്റുമായിരിക്കും. ഏറ്റവും മുകളിൽ ഇതാ ജനറേറ്റർ. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തത്, ഓർമ്മയില്ലേ? നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തത്. അബ്സോർബറിന്റെ അകത്തുനിന്ന് നേരെ അത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതെന്തിനാന്നുള്ള കാര്യം പറഞ്ഞുതരാം. പമ്പ് വഴി തൽക്കാലം ഹീറ്റ് എക്സ്ചേഞ്ചർ ഇല്ലാന്നിരിക്കും, ഇങ്ങനെ പോയിട്ട് അത് ജനറേറ്ററിലേക്ക് വന്ന് വീണു. ജനറേറ്ററിന്റെ പരിപാടി നമുക്കറിയാം, ചൂടാക്കലാണ്. ആ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു നീല കളർ പൈപ്പ് ലൈൻ തന്നിട്ടുണ്ട്. സ്റ്റീം ഓർ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതായത് ജനറേറ്ററിനെ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള അത്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹീറ്റിംഗ് കോയിലായാലും വെച്ചാൽ മതി. ചിത്രത്തിന്റെ അകത്ത് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റത്തിന് പകരം ഒരു ഹീറ്റിംഗ് കോയിലും വെക്കാം. ഇവിടെ ഞാൻ ഈ ചിത്രത്തിലുള്ളത് സ്റ്റീം ഓർ ഹോട്ട് വാട്ടറാണ്. അത് വെച്ചിട്ടാണ് ജനറേറ്റർ ചൂടാക്കുന്നതെന്നാണ് അർത്ഥമുള്ളത്. അല്ലാണ്ട് അതൊന്നും ഈ ഒരു പർപ്പസിന്റെ അകത്ത് വരുന്നതേ അല്ല. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ബർണർ വെക്കാം ചൂടാക്കുന്ന, ഒരു സാധാ ഗ്യാസ് സ്റ്റവോ അങ്ങനെ എന്തും വെക്കാം. ഈ ജനറേറ്റർ ചൂടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ ജനറേറ്ററിന്റെ അകത്ത് വന്ന ഐറ്റം എന്താണ്? അബ്സോർബറിന്റെ അകത്തുനിന്ന് മിക്സ് ആയ ലിഥിയം ബ്രോമൈഡും വെള്ളവും കൂടിയിട്ടാണ് നേരെ നമുക്ക് എവിടെ കിട്ടിയിട്ടുള്ളത്? ജനറേറ്ററിൽ കിട്ടിയിട്ടുള്ളത്. ജനറേറ്ററിന്റെ അകത്തുനിന്ന് ചൂടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വെള്ളമാണ് പെട്ടെന്ന് തിളക്കുക, ലിഥിയം ബ്രോമൈഡ് അല്ല പെട്ടെന്ന് തിളക്കുക. ഓക്കെ, ലിഥിയം ബ്രോമൈഡ് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ലിഥിയം ബ്രോമൈഡിന്റെ ഓറഞ്ച് കളർ അവിടെ തന്നെ കിടക്കുന്നത്. ലിഥിയം ബ്രോമൈഡ് ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മളെ വെള്ളം എന്താവും? തിളക്കാൻ തുടങ്ങും. തിളച്ചിട്ട് എങ്ങോട്ടേക്ക് പോകും? ജനറേറ്റർ കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് കണ്ടൻസറിലേക്കാണ്. ഇതിലോട്ട് ചെറിയൊരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാച്ച് ചെയ്ത ലൈന് കാണാം. അതെന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പാണ്, ചെറിയൊരു വാൾവ്. അതുവഴി കണ്ടൻസറിലേക്ക് പോകും വെള്ളം. ചൂടായിട്ടുള്ള വെള്ളം, നല്ല പ്രഷറും നല്ല ചൂടുമുള്ള വെള്ളം കണ്ടൻസറിലേക്ക് പോവുകയാണ്. ജനറേറ്ററിൻ്റെ അകത്തപ്പം ബാക്കി ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ലിഥിയം ബ്രോമൈഡ് സൊല്യൂഷൻ. അതിനെ ഞാൻ തിരിച്ച് അവിടത്തേക്ക് തന്നെ കൊടുക്കുന്നു. ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി കടത്തിയിട്ട് ഇവാപ്പറേറ്ററിന്റെ ഉള്ളിൽ കൂടെ ഈ അബ്സോർബറിലേക്ക് കൊടുക്കുന്നു. ഈ ഗ്ലോബിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ലിഥിയം ബ്രോമൈഡ് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. വെള്ളം ചൂടായിട്ട് നീരാവിയായിട്ട് കണ്ടൻസറിലേക്ക് പോകും. കണ്ടൻസറിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ തണുപ്പിക്കലാണ് നടക്കുന്നത്. കാരണം കൂളിംഗ് വാട്ടറെല്ലാം കാണാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട്, തണുപ്പിക്കാനുള്ള കൂളിംഗ് വാട്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അതുവഴി വരുമ്പോഴത്തേക്ക് ഹൈ പ്രഷറിൽ നമുക്ക് ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള വെള്ളം ഇതുവഴി പാസ് ചെയ്ത് കിട്ടും. ഈ ഒരു വെള്ളത്തിനെ ഞാൻ ഒരു എക്സ്പാൻഷൻ അല്ലെ പ്രഷർ റെഗുലേറ്റിംഗ് വാൾവ് കൂടെ കടത്തി വിട്ട്, അല്ലെ എക്സ്പാൻഷൻ വാൾവ് കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വെള്ളത്തിനെ കിട്ടും. അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇതാക്കുന്നത്, ഇവാപ്പറേറ്ററിന്റെ അകത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഈ മെത്തേഡിൽ ഇങ്ങനെ തന്നെ പഠിച്ചു പോവാ. ഈ കളറൊക്കെ വെച്ചിട്ട് തന്നെ പഠിക്കുക, കളർ കോഡ് വെച്ചിട്ട്. അപ്പം സിമ്പിൾ ആയിട്ട് മനസ്സിലായിക്കോളും. ഒരു 2-3 പ്രാവശ്യം ഈ വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് ഈ റൂട്ട് മാപ്പ് മനസ്സിലായിക്കോളും, എങ്ങനെയാ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെ തന്നെ ഇതും. ജനറേറ്ററിന്റെ അകത്തുനിന്ന് ചൂടായിട്ടുള്ള ലിഥിയം ബ്രോമൈഡ് ആയിരിക്കും വരുന്നുണ്ടാവുക ഇവിടുന്ന്, അല്ലെ? കാരണം ജനറേറ്റർ ചൂടാക്കിയിട്ടാണ്. ജനറേറ്റർ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ട് അന്നേരത്തെ ജനറേറ്ററിൽ നിന്ന് വരുന്ന ലിഥിയം ബ്രോമൈഡ് ചൂടുള്ളതായിരിക്കും. അതേപോലെ തന്നെ അബ്സോർബറിന്റെ അകത്ത് നമുക്ക് വലിയ ചൂടുള്ള സാധനമൊന്നും ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക, മിക്സ്ചർ. അത് ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി പുറത്തേക്ക് വരുമ്പോൾ ഇവിടുന്ന് വന്ന ലിഥിയം ബ്രോമൈഡിന്റെ ചൂടായിട്ടുള്ള സൊല്യൂഷനും ഇതും കൂടി മിക്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചൂട് കിട്ടും. അതായത് ജനറേറ്ററിന്റെ പണി കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ജനറേറ്ററിന്റെ അകത്തുള്ള ചൂടുള്ള ലിഥിയം ബ്രോമൈഡിനെ തന്നെ ഇതുവഴി കടത്തി വിട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനീഷ്യലി ഒരു ചൂട് ഈ അബ്സോർബറിന്റെ അകത്തുനിന്ന് വരുന്ന മിക്സ്ചറിന് കിട്ടിക്കോളും.
ആ ഒരു ഇനീഷ്യൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രീ ഹീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് വേറെ പർപ്പസ് ഒന്നുമില്ല. എന്തായാലും ജനറേറ്ററിന്റെ അകത്ത് ഡയറക്റ്റ് ഇത് ഇങ്ങോട്ടേക്ക് വീഴണ്ടാവും അബ്സോർബറിലേക്ക്. അതിനെക്കാട്ടി നല്ലത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്ററിന്റെ പണി കുറച്ച് കുറക്കാലോ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹീറ്റ് എക്സ്ചേഞ്ചർ ആക്കി മാറ്റിയിട്ടുള്ളത്. ആ പൈപ്പിനെ ഞാൻ ഡയറക്റ്റ് പൈപ്പ് ആക്കിയിട്ട് അബ്സോർബറിലേക്ക് ഇടാണ്ട് ഞാനൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആക്കിയിട്ട് ഇട്ടത് അതുകൊണ്ടാണ്. കാരണം അബ്സോർബറിൻ്റെ അകത്തുനിന്ന് വരുന്ന വെള്ളവും ലിഥിയം ബ്രോമൈഡും തമ്മിലുള്ള സൊല്യൂഷനെ ഞാൻ ഇതിലോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വെള്ളത്തിന് കുറച്ചുകൂടെ ചൂട് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആയിരിക്കൂലേ? ഓക്കെ അല്ലേ? ഒരു പൈപ്പ് വെറുതെ മറ്റേ ഓവർഫ്ലോ അത് ഓവർഫ്ലോ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടിയിട്ടില്ല. ഈ പൈപ്പല്ല ഉദ്ദേശിച്ചേ, അത് നിങ്ങൾ വരക്കണമെന്നില്ല. ഇത് ഓവർഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളതാണ്. അഥവാ നമ്മൾ ഈ പമ്പിന്റെ അകത്തുനിന്ന് ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ മാത്രം. ഇവിടെ ഒരു പമ്പ് ഉണ്ടല്ലോ, പമ്പ് വഴിയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഓവർഫ്ലോ പൈപ്പ് കാണാൻ പറ്റും, കുറച്ച് മുകളിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. നമ്മളെ ജനറേറ്ററിന്റെ കപ്പാസിറ്റിനെക്കാട്ടിയും കൂടുതലാണ് ഇവിടെ വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഓവർഫ്ലോ പൈപ്പ് കൂടെ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നോളൂ. അത് അതിന് വേണ്ടിയിട്ട് വെച്ചാൽ അത് വരച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഞാൻ അത് മെൻഷൻ ചെയ്യാണ്ടുള്ളത്. അപ്പൊ 2-3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന്, ഈ ഹോട്ട് വാട്ടർ കോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ റെഫ്രിജറേഷൻ സിസ്റ്റമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഇവാപ്പറേറ്ററിൽ നടക്കുന്ന പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചൂടുവെള്ളത്തിനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവാപ്പറേറ്ററിൻ്റെ അകത്തുനിന്ന് അത് തണുപ്പിച്ചിട്ട് എനിക്ക് പുറത്തേക്ക് കിട്ടും. അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സാധനം കൊടുത്തില്ല. അതേപോലെ തന്നെ ഇവിടെ കൂളിംഗ് വാട്ടർ ഇൻലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച കളർ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, കണ്ടൻസറിനൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം വെച്ചിട്ട് വാട്ടർ കൂൾഡ് കണ്ടൻസറാണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പച്ച കളർ പൈപ്പ് ലൈൻ ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് തുടങ്ങി ഇതിലോട്ടേക്ക് കറങ്ങി ഇതുവഴി ഇങ്ങനെ കയറി മുകളിലേക്ക് എത്തി കണ്ടൻസർ വഴി കറങ്ങിയിട്ട് പുറത്തേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഈ കണ്ടൻസറിനൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് വേറെ റോളൊന്നുമില്ല, കണ്ടൻസറിന്റെ ഒക്കെ തണുപ്പിക്കാനുള്ള ഒരു സിസ്റ്റം മാത്രം. അതിന് ഇവാപ്പറേറ്റർ തണുപ്പ് കിട്ടുന്നത്. അതല്ലടാ, ഈ കണ്ടൻസർ എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താന്ന്, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിന്റെ കണ്ടൻസർ ബാക്കിലെത്താ പൈപ്പ് ലൈൻ അല്ലേ, അത് തണുക്കുന്ന ശരിക്കും എന്ത് വെച്ചിട്ടാണ്? എയർ വെച്ചിട്ടല്ലേ? നമ്മളെ വീട്ടിലുള്ള അറ്റ്മോസ്ഫിയറിക് എയർ വെച്ചിട്ടാണ് തണുപ്പിക്കുന്നത്. എയർ കൂൾഡ് കണ്ടൻസറാണ്. ഇവിടെ അതിന് പകരം ഉപയോഗിക്കുന്നത് വാട്ടർ കൂൾഡ് കണ്ടൻസറാന്നേ ഉള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് വാട്ടറിന്റെ പൈപ്പ് ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. തണുത്ത വെള്ളം അത് ഇടുന്നു, നമ്മൾ വേറെ ഇടുന്നു, പുഴേന്റെ അകത്തുനിന്നോ അരുവിന്റെ അകത്തുനിന്നോ കിട്ടിയ വെള്ളമാണ് ഇതിലിങ്ങനെ നിരന്തരമായിട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കും. അത് നമ്മൾ ഈ റെഫ്രിജറേഷൻ സിസ്റ്റമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് തൽക്കാലം നിങ്ങൾ വിചാരിക്കുന്നത് ഏതോ ഒരു കുളത്തിന്റെ അകത്ത് നട്ടം തണുത്ത വെള്ളം എടുത്തിയാണ്. ഈ തണുത്ത വെള്ളത്തിന് ഞാൻ ഇങ്ങനെ കടത്തി വിടുന്നതാണ്. കണ്ടൻസറിന്റെ അകത്തൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് കൂളിംഗ് വാട്ടർ എന്ത് ചെയ്യും? തിരിച്ച് ഈ പുഴയിലേക്ക് തന്നെ വന്നു പോകും. ഇതൊരു വലിയ ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കൂളിംഗ് വാട്ടർ. കണ്ടൻസറിന്റെ അകത്തുനിന്ന് തണുപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ജനറേറ്ററിന്റെ അകത്തുനിന്ന് ചൂടായിട്ട് വന്ന ലിഥിയം ബ്രോമൈഡ് ഉണ്ട്, ഓറഞ്ച് കളർ. അതിനെ ഞാൻ ചൂടായിട്ടുള്ള ലിഥിയം ബ്രോമൈഡ് ആയതുകൊണ്ട് അതിനെയും തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, അക്ടോബറിലേക്ക് വീഴുന്നതിനെക്കാട്ടി മുമ്പിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ കുളത്തിന്റെ അകത്തുള്ള വെള്ളം, പച്ച കളർ വെള്ളത്തിന് തന്നെയാണ്. പച്ച കളർ എന്ന് വെച്ചാൽ പായലും പൂപ്പലൊക്കെ ഉള്ള വെള്ളമാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാ പച്ച കളർ കിട്ടിയത്. ഏതോ കുളത്തിന്റെ അകത്ത് നമ്മൾ എടുത്തതാ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോസസ്സിലെ കണ്ടൻസറിനെയൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതോ ഒരു കുളത്തിന്റെ അകത്ത് എടുത്തത്. അതുകൊണ്ട് ഒരു പച്ച കളർ അവിടെ കാണുന്നു. നമ്മളെ മെയിൻ ആയിട്ടുള്ള നല്ല വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീല കളർ വെള്ളം. ഈ ഭാഗത്തെല്ലാം കാണാം നീല കളർ വെള്ളം. അതാണ് നമ്മളെ നല്ല വെള്ളം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് പച്ച കളർ വെള്ളമുണ്ട്. അതാണ് ഈ ഹോട്ട് ഇങ്ങനെ വന്നിട്ട് കറങ്ങിയിട്ട് പോകുന്നത്. അതൊന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ടതില്ല. പച്ച കളർ വെള്ളത്തിനെ നമ്മൾ മനസ്സിൽ വെക്കണ്ട. ഈ പ്രോസസ്സിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങളല്ല അത്. നമുക്ക് പ്രോസസ്സിൽ വേണ്ടത് നീല കളർ, റോസ് കളർ, മുകളിലത്തെ ഓറഞ്ച് കളർ. ഇത് മൂന്നാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഓക്കെ ആണെന്ന് വിചാരിക്കും. ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ ഇടും. വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വീഡിയോ ഇടും. ആ വീഡിയോ ഒന്ന് ഇടക്കിടക്കൊന്ന് കണ്ടു നോക്കുക. അപ്പൊ കൺഫ്യൂഷൻ മാറിക്കോളും.
അപ്പൊ അവിടെ നടക്കുന്ന പ്രോസസ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവാപറേറ്ററിന്റെ അകത്ത് എന്താ നടക്കുന്നത്, അബ്സോർബറിന്റെ അകത്ത് എന്താ നടക്കുന്നത്, ജനറേറ്ററിൽ എന്താ നടക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ഇത്രയും സമയം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്കുള്ളത് ഇലക്ട്രോലെക്സ് ഡൊമസ്റ്റിക് ഇലക്ട്രോലെക്സ് അമോണിയ ഹൈഡ്രജൻ സിസ്റ്റം. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചത്. അതിന്റെ മുമ്പിലത്തെ തവണയാണ് ലിഥിയം ബ്രോമൈഡ് ചോദിച്ചത്. ഈ കഴിഞ്ഞ സെമ്മിൽ ഉള്ളതിൻ്റെ അകത്ത് ചോദിച്ചതാണ് ഈ ഇലക്ട്രോലെക്സ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോലെക്സ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്തുള്ള പ്രത്യേകത അമോണിയ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ പതിപോലെ വെള്ളവും ഉണ്ട്. 3 സാധനങ്ങളാണ്, അമോണിയം, ഹൈഡ്രജനും വെള്ളവും. അതുകൊണ്ടാണ് ഇതിനെ 3 ഫ്ലൂയിഡ് അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് വിളിക്കാൻ കാരണം. 3 ഫ്ലൂയിഡ് വെച്ചിട്ടാണ് ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അമോണിയ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, വെള്ളമുണ്ട്. അപ്പം 3 ഫ്ലൂയിഡ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ പറയുക. ഇലക്ട്രോലെക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രോലെക്സ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നോക്കാം. പതിവ് പോലെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നോക്കിക്കോ, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവാപറേറ്റർ ഉണ്ട്. ഇവാപറേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ തണുപ്പിക്കുന്ന സാധനം. ഓക്കെ, ലിക്വിഡ് അമോണിയ, അത് പ്രഷർ കുറഞ്ഞിട്ടുള്ള ലിക്വിഡ് അമോണിയ നമുക്ക് ഇവാപറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവാപറേറ്ററിൽ വെച്ച സാധനത്തിന്റെ അകത്ത് നിന്ന് അമോണിയ ചൂട് വലിച്ചെടുക്കും. അതേപോലെ തന്നെ ഇവാപറേറ്ററിന്റെ അകത്തുള്ള ഭക്ഷണ സാധനത്തിന്റെ ചൂട് കുറയുകയും ചെയ്യും. അങ്ങനെ ലിക്വിഡ് അമോണിയ എന്താവും, വേപ്പർ അമോണിയ ആയിട്ട് എവിടത്തേക്ക് പോകും, ഇങ്ങോട്ടേക്ക് വരും. പക്ഷെ അതിന്റെ കൂടെ ഞാൻ ഒരു ഹൈഡ്രജനെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഇവിടെയും. അവിടെയാണ് ആകെ വ്യത്യാസമുള്ളത്. ബാക്കിയൊക്കെ ഈ ഹൈഡ്രജൻ ഇല്ലാന്ന് വിചാരിക്കും. ഞാൻ ഇത്രയും മാർക്ക് ചെയ്ത സ്ഥലം ഒഴിവാക്കാം, അതില്ലാന്ന് വിചാരിക്കാം. അതില്ലെങ്കിൽ ഇത് സാധാരണ അമോണിയ വാട്ടർ റെഫ്രിജറേഷൻ സിസ്റ്റം. പിന്നെ ഹൈഡ്രജന്റെ ഇടക്കുള്ള വരവ് എന്തിനാന്നുള്ള കാര്യം നമുക്ക് വഴിയെ പറയാം. അപ്പൊ തൽക്കാലം ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഈ സിസ്റ്റത്തിന്റെ അകത്ത് ഇല്ലാന്ന് വിചാരിക്കാം. ഈ ഷെയ്ഡ് ചെയ്ത സാധനം ഈ ചിത്രത്തിൽ ഇല്ലെങ്കിൽ അത് സാധാ അമോണിയ വാട്ടർ റെഫ്രിജറേഷൻ സിസ്റ്റം ആയിരിക്കും. നോക്കിക്കോ, കാണിച്ചുതരാം. ലിക്വിഡ് അമോണിയ റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുമായിരിക്കും. ലിക്വിഡ് അമോണിയ വരുന്നുണ്ട്. ലിക്വിഡ് അമോണിയ അതായത് പ്രഷറും ടെമ്പറേച്ചറും കുറഞ്ഞ അമോണിയ റെഫ്രിജറേറ്റ് ഇവാപറേറ്ററിലേക്ക് വരിക. ഇവാപറേറ്ററിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ലിക്വിഡ് അമോണിയ ചൂടാവും, എന്നിട്ട് അത് വേപ്പർ അമോണിയ ആവും. ഭക്ഷണ സാധനത്തിനകത്തുള്ള ചൂട് പോകും. അപ്പം വേപ്പർ അമോണിയ വരിക. വേപ്പർ അമോണിയ വന്നിട്ട് ഈ സാധനം ഒന്നും ഇല്ലാന്നിരിക്കെ നമ്മളെ വെള്ളമായിട്ട് മിക്സ് ആകുന്നു. ഏത് അബ്സോർബർ കാണുന്നുണ്ട് ഇവിടെ, ഇതിന്റെ ഇടയിൽ ഒരു അബ്സോർബർ ഉണ്ട്. ഈ ലിക്വിഡ് വേപ്പർ അമോണിയ ഇങ്ങനെ വന്ന് അബ്സോർബറിന്റെ അകത്ത് എന്തുണ്ടാവും, വെള്ളം ഉണ്ടാവും നിറച്ച് വെച്ചിട്ട്. ആ വെള്ളമായിട്ട് മിക്സ് ആവും. വെള്ളമായിട്ട് മിക്സ് ആയ സാധനം സ്ട്രോങ് സൊല്യൂഷൻ ആയിരിക്കും അന്നേരത്ത്, അല്ലെ? അമോണിയന്റെയും വെള്ളത്തിന്റെയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്തു, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി കടത്തി വിട്ട് പിന്നെ നേരെ പോവാ ഒരു പമ്പ് വെച്ചിട്ട് കടത്തി വിടാം. ഒരു പമ്പ് ഉണ്ട് ഇവിടെ, പമ്പില്ല. ഈ പ്രത്യേകത ഇതിൻ്റെ അകത്തുള്ള ഇത് ഫുൾ വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം വെച്ചിട്ടാണ്. ഗ്രാവിറ്റീന്റെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ പോയിന്റ്, അത് പറയാൻ വിട്ടുപോയി. ഈ ഒരു ഇലക്ട്രോലെക്സ് റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന വെച്ചാൽ പമ്പ് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിനകത്ത്. ഫുൾ ഗ്രാവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് കുറച്ച് പൊക്കിയിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. ഇവാപറേറ്റർ ഒക്കെ റൈറ്റ് സൈഡിൽ പൊക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് അമോണിയ ഒക്കെ തിരിച്ച് താഴത്തേക്ക് ഇങ്ങനെ വീഴണം. ആ വീഴുന്ന ഫോഴ്സിൽ വേണം ഈ പൈപ്പ് കൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പൊക്കി വെച്ചിട്ടുള്ളത് ഇവാപറേറ്ററിനൊക്കെ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും വേപ്പറായിട്ടുള്ള അമോണിയ നമ്മൾ അബ്സോർബറിൽ കയറി കഴിഞ്ഞാൽ അബ്സോർബറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, പച്ചവെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതും വേപ്പർ അമോണിയം കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ സ്ട്രോങ് സൊല്യൂഷൻ കിട്ടും. ആ സ്ട്രോങ് സൊല്യൂഷൻ എവിടത്തേക്ക് പോകും, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴിയൊക്കെ കടത്തി നേരെ ഇത് ഫുൾ നടക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെച്ചിട്ടാണ് പൈപ്പ് വെള്ളം ഇങ്ങനെ വന്ന് നേരെ അത് ജനറേറ്ററിലേക്ക് വന്ന് ജനറേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്രാവശ്യം ഞാൻ വെച്ചിട്ടുള്ളത് ബർണറാണ്, ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാലും ഇതിനെ ചൂടായി കിട്ടിയാൽ മതി. ജനറേറ്ററിന്റെ പരിപാടി എന്ന് വെച്ചാൽ ചൂടാവല് മാത്രം. അപ്പൊ എങ്ങനെയും ചൂടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഫിഗറിൽ ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചത്. അതിന് സാധാ കെറോസിന്റെ ഇത് മണ്ണെണ്ണ വിളക്കായാലും മതി. അങ്ങനെ എന്തിട്ടിട്ട് നമുക്ക് ഈ ജനറേറ്ററിനെ ചൂടാക്കാം. കാരണം അമോണിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവാപറേറ്റ് ആകുന്ന സാധനം, പെട്ടെന്ന് ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും, അല്ലെ? ലോ ബോയിലിംഗ് പോയിന്റ് ആവും, പെട്ടെന്ന് തിളക്കും. അതുകൊണ്ട് എനിക്ക് എന്തും ഇടാം ഇതിൻ്റെ അകത്ത് ചൂട് കയറ്റാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ജനറേറ്ററിൻ്റെ അകത്ത് ഒരു ചെറിയ ഗ്യാസ് ബർണർ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്.
അങ്ങനെ വെള്ളവും അമോണിയം കൂടി ആയിട്ടുള്ള മിക്സ് ചെയ്ത ഇത് ജനറേറ്ററിന്റെ അകത്തേക്ക് വീഴുന്ന സമയത്ത് ഇവിടെ ചൂട് കിട്ടിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ട് അതെന്താവും, അമോണിയ മാത്രം വേപ്പറായിട്ട് മുകളിലേക്ക് വരും. അമോണിയ മാത്രം ഇതിൻ്റെ അകത്തുനിന്ന് തിരിച്ച് മുകളിലോട്ടേക്ക് വരും. വെള്ളം സ്വാഭാവികമായിട്ട് അവിടത്തേക്ക് തന്നെ പോകും. അതായത് വീക്ക് സൊല്യൂഷൻ, വെള്ളം മാത്രമുള്ള, വെള്ളവും കുറച്ച് അമോണിയ ഉള്ള സൊല്യൂഷൻ നേരെ തിരിച്ച് നമ്മൾ ഈ അബ്സോർബറിന്റെ ഉള്ളിലേക്ക് വെള്ളം ആവശ്യമുണ്ട്, അതിലേക്ക് തന്നെ കടത്തി വിടുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ പ്രത്യേകത എന്താണെന്ന്. കാരണം ചൂടായിട്ടുള്ള വെള്ളമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, വീക്ക് സൊല്യൂഷൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് വരുന്ന സ്ട്രോങ് സൊല്യൂഷൻ അമോണിയം കൂടി മിക്സ് ആകുന്ന സമയത്ത് നമുക്ക് ഈ സാധനത്തിന് ചൂട് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ജനറേറ്ററിന്റെ പരിപാടി നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജനറേറ്ററിൽ വേണ്ട ചൂടിനെ നമ്മൾ കുറച്ചൊന്ന് നമുക്ക് ഇവിടുന്ന് പ്രീ ഹീറ്റിംഗ് കിട്ടും. കാരണം എന്താ, ചൂടായിട്ടുള്ള വീക്ക് സൊല്യൂഷനാണ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നത്. ജനറേറ്ററിൽ വരുന്നത് സ്ട്രോങ് സൊല്യൂഷനാണ്. രണ്ടും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ചിങ് നടത്തും. അപ്പൊ നമുക്കൊരു പ്രീ ഹീറ്റിംഗ് കിട്ടും. അതുവഴിയാണ് നമ്മൾ ഗ്യാസ് ബർണറിലേക്ക് വിടുന്നത്. അപ്പൊ അത്രയാണ് ഇവിടെ നടക്കുന്ന പ്രോസസ് ഉള്ളത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നോക്കിക്കോ, നമ്മളെ വേപ്പർ ആയിട്ടുള്ള അമോണിയ, ചൂട് കൂടിയിട്ടുള്ള അമോണിയ, പ്രഷറും ചൂടും കൂടിയ അമോണിയ ഇതുവഴി ഇങ്ങനെ കടന്നു പോവാ. നേരത്തെ നമ്മൾ റിസീവറിന് പകരം ഞാൻ റെക്ടിഫയർ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. റെക്ടിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, എന്തോ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ റെക്ടിഫൈ എന്ന് വെച്ചാൽ, ഇൻ കേസ് ഈ കേരി വരുന്നതിനകത്ത് ഏതെങ്കിലും കുറച്ച് തുരപ്പന്മാരുണ്ടാവും വെള്ളം ഈ അമോണിയന്റെ കൂടെ മിക്സ് ആയിട്ട് മുകളിലോട്ടേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. അങ്ങനത്തെ ആൾക്കാരുണ്ട്, അതിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ക്രീനിങ് ഏജന്റ് ആണ് അവിടെ വന്നിട്ട് പിടിച്ചു വെച്ചോളൂ. എന്നിട്ട് അമോണിയനെ മാത്രമേ കടത്തി വിടുള്ളൂ. അതാണ് ഈ റെക്ടിഫയറിന്റെ പ്രത്യേകത. അമോണിയ വേപ്പറിനെ മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ, കണ്ടൻസറിലേക്ക്. അപ്പൊ റെക്ടിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഇൻ കേസ് ഈ ജനറേറ്ററിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചാടി വന്നിട്ടുണ്ടെങ്കിൽ, വരാൻ സാധ്യത വളരെ കുറവാണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ അതിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റെക്ടിഫയർ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് നേരെ അമോണിയ വേപ്പർ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പുറത്തേക്ക് കിട്ടുള്ളൂ, റെക്ടിഫയറിന്റെ പുറത്തേക്ക്. അത് അവിടെ നിന്ന് വന്ന് കണ്ടൻസർ, സ്വാഭാവികമായിട്ട് കണ്ടൻസറിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായിട്ടുള്ള അമോണിയനെ തണുപ്പിക്കുക എന്നുള്ളതാണ്. അമോണിയനെ കണ്ടൻസർ തണുപ്പിച്ചു. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കൂൾഡ് ആക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരു കോൾഡ് വാട്ടർ ഇന്ന് കോൾഡ് വാട്ടർ ഔട്ട് എന്ന് പറഞ്ഞിട്ട് വാട്ടർ കൂൾഡ് ആക്കിയിട്ട് വെക്കുക കണ്ടൻസറിനെ. ഈ ഫിഗറിൻ്റെ അകത്ത് അത് ഇല്ലാത്തതുകൊണ്ടാണ്, വേണമെങ്കിൽ വരക്കാം. കണ്ടൻസർ എങ്ങനെയും വർക്ക് ചെയ്യിക്കാം. കണ്ടൻസറിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടൻസറിന്റെ അകത്ത് നിന്ന് തണുത്ത ലിക്വിഡ് അമോണിയ എവിടത്തേക്ക് പോകും, തിരിച്ച് ഇവാപറേറ്ററിലേക്ക് വരും. എക്സ്പാൻഷൻ വാൾവ് നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല. കാരണം എക്സ്പാൻഷൻ വാൾവ് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇവിടെ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടെ എവിടെയും വാൾവ് ഇല്ലാത്തത്. വാൾവ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല, ഗ്രാവിറ്റിയിൽ നമുക്ക് ഇതിനെ സഞ്ചരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാധാ പൈപ്പ്, സാധാ PVC പൈപ്പാന്ന് വിചാരിക്കും, പൈപ്പ് മാത്രമേ നമ്മൾ ഇട്ടുള്ളൂ, ഓപ്പൺ ആയിട്ടുള്ള പൈപ്പ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഫ്ലോ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഗ്രാവിറ്റിന്റെ ഫോഴ്സ് വെച്ചിട്ട് എനിക്ക് ഈ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ സാധാരണ കണ്ടൻസർ കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്പാൻഷൻ വാൾവ് ഉണ്ടാവാറുണ്ട്. എക്സ്പാൻഷൻ വാൾവിനെ ഞാൻ വെക്കുന്നില്ല, കാരണം എനിക്ക് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് പോകണം. ഇനി നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു ഹൈഡ്രജനാണ്. ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹൈഡ്രജൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അമോണിയ കുറച്ചുകൂടെ നേരത്തെ അമോണിയ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യലാം. ഹൈഡ്രജന്റെ പരിപാടി എന്ന് വെച്ചാൽ അമോണിയും ഹൈഡ്രജനും കൂടി, ലിക്വിഡ് അമോണിയും ഹൈഡ്രജനും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് അമോണിയനെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ക്യാപ്പബിലിറ്റി കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ അത് ഇവാപറേറ്ററിലേക്ക് കൊടുക്കുക. ഒരു കാറ്റലിസ്റ്റ് പോലെയാണ് ഹൈഡ്രജൻ വർക്ക് ചെയ്യുക. അതാണ് ഈ ഹൈഡ്രജന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത, വേറെ ഒന്നുമില്ല. ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം, അതായത് ഈ ഒരു പാർട്ട് മാത്രം, ഇവിടെ ഹൈഡ്രജനും താഴത്ത് വരുമ്പോൾ അമോണിയും ഹൈഡ്രജനും കൂടി മിക്സ് ആയിട്ടാണ്ടാവുക. അതിനെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് കടത്തി വിട്ടിട്ട് മിക്സ് ആക്കുന്നത്. സ്വാഭാവികമായിട്ട് തിരിച്ച് ഹൈഡ്രജൻ എങ്ങോട്ടേക്ക്, ഹൈഡ്രജൻ പെട്ടെന്ന് ആവിയാകുന്ന സാധനമാണ്, ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ആണ് എപ്പോഴും, അതൊരിക്കലും ലിക്വിഡ് ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ ഈ നമ്മളെ അബ്സോർബറിനകത്ത് കയറുമ്പോൾ പിന്നെ ഇവിടെ ഗ്യാസസ് ആയിട്ട്, ഗ്യാസ് മോളിക്യൂൾസ് ആയിട്ട് തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഈ ഭാഗത്തൊക്കെ ഗ്യാസസ് ഹൈഡ്രജൻ ഇങ്ങനെ വന്ന് കടന്നോളൂ.
ഓക്കെ, ഇവിടെ ഇങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് കയറി വന്നോളൂ. അമോണിയം ഹൈഡ്രജനും ഗ്യാസും കൂടി മിക്സ് ആയിട്ടുള്ള സാധനമാണ് ഇവിടെ വരുന്നത്. വെള്ളത്തിലേക്ക് മിക്സ് ആകുമ്പോഴത്തേക്ക് അത് തിരിച്ച് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് തന്നെ മുകളിലോട്ടേക്ക് പോയിക്കൊള്ളും. ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് ഗ്യാസ് സ്റ്റേറ്റിലായതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് മുകളിലോട്ടേക്ക് മാത്രമേ എപ്പോഴും സഞ്ചരിക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ മുകളിലോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. മുകളിലേക്ക് ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, അതും കൂടി മിക്സ് ആയിട്ട് തിരിച്ചത് താഴത്തേക്ക് വരും. പിന്നെ ഇവിടെ എത്തുമ്പോൾ മുകളിലോട്ടേക്ക് ഹൈഡ്രജൻ പോകും. ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ്. ഈ അമോണിയന്റെ വർക്കിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ഡൊമസ്റ്റിക് ഇലക്ട്രോലെക്സ്. ഇലക്ട്രോലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ചുള്ള 3 ഐറ്റംസ് ഉണ്ട്, 3 ഫ്ലൂയിഡ്സ് വെച്ചിട്ടാണ്. വെള്ളം, പിന്നെ നമ്മളെ അമോണിയ, പിന്നെ നമ്മളെ ഹൈഡ്രജൻ. ഈ 3 വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പ്യുവർലി എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചിട്ടാണ് ഇത് റണ്ണാകുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മളൊരു പമ്പോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇലക്ട്രോലെക്സ് എന്ന് പറഞ്ഞ സാധനം ഒരു കമ്പനീനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ AC ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ. ഇലക്ട്രോലെക്സിന്റെ AC ഒക്കെ ഉണ്ട്. ആ കമ്പനിക്കാരാണ് ഈ ഒരു ഐറ്റം കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രോലെക്സ് അമോണിയം ഹൈഡ്രജൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതേപോലത്തെ ഒന്നുകൂടി ഉണ്ട്, സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്നാ പറയാം. അതിലേക്ക് പോവാം. അൺകൺവെൻഷണൽ റെഫ്രിജറേഷൻ മെത്തേഡിൻ്റെ അകത്ത് വരുന്നതാണ് സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതിൻ്റെ അകത്ത് അബ്സോർബറോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. ഇത് വേറെ തന്നെ ഒരു ഏരിയ ആണ് സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, എന്നിട്ട് ഇത് പറഞ്ഞതാ. എൻ്റെ വായില് വെള്ളമൊക്കെ പറ്റി ഇപ്പം തന്നെ. ഫുൾ തിയറിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ ക്ലാസ്സിൽ ഇതെല്ലാം എടുത്ത് തീർക്കുന്നത്. കാരണം തിയറി നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കേട്ടാൽ മതി. 3ാമത്തെ മോഡ്യൂളിൻ്റെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3rd മോഡ്യൂളിലെ തിയറി മൊത്തം കിട്ടും. ഞാൻ ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആരും ഒന്ന് വിചാരിച്ചാൽ തൊണ്ടെല്ലാം പോയിട്ടാണുള്ളത്. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എവിടെയും അബ്സോർബർ എന്ന് പറഞ്ഞ സാധനമോ ജനറേറ്റർ എന്ന് പറഞ്ഞ സാധനമോ അങ്ങനത്തെ ഒരു ഐറ്റവും കാണാൻ പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ. അബ്സോർബറിനെയും കാണാൻ പറ്റില്ല, ജനറേറ്ററിനെയും കാണാൻ പറ്റില്ല, കംപ്രസറിനെയും കാണാൻ പറ്റില്ല. അതായത് ഒന്നും അല്ലാത്തൊരു സാധനമാണ് ഈ സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതുവരെ ചോദിക്കാത്തത് കൊണ്ട് മിക്കവാറും ഇത്തവണ ഇതാവാൻ സാധ്യതയുണ്ട് ചോദ്യം. ഇതുവരെയുള്ള എക്സാമിനൊന്നും ഇത് ചോദിച്ചിട്ടുണ്ടായിട്ടില്ല, ബാക്കിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റീം ജെറ്റിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വിടാം. സ്റ്റീം ജെറ്റിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പറയുന്നത് സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ജെറ്റ് അടിച്ചു വിടുന്നുണ്ട്. സ്റ്റീമിന്റെ ജെറ്റ് എന്ന് വെച്ചാൽ നീരാവിന്റെ ഒരു ജെറ്റിനെ കടത്തി വിടുന്നുണ്ട് എന്നർത്ഥം. അതിനാണ് നമ്മളിവിടെ നോസിലും ഇവിടെ ഒരു ബോയിലറൊക്കെ ഉണ്ട്. ബോയിലറാണ്, ജനറേറ്റർ അല്ലേ, ബോയിലറാണ്. ബോയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അടുപ്പ് കൂട്ടിയിട്ട് ചൂടാക്കുന്ന ഒരു സാധനമാണ്. ഒരു ബോയിലറാണ് ഇവിടെ ഉള്ളത്. ബോയിലറിൻ്റെ അകത്ത് നമ്മൾ വെള്ളത്തിനെ ചൂടാക്കിയിട്ട് സ്റ്റീമാക്കി മാറ്റുകയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ബോയിലർ കാണാം. ബോയിലറിൻ്റെ അകത്ത് നമ്മൾ വെള്ളത്തിനെ കടത്തി വിട്ടിട്ട് സ്റ്റീമാക്കി മാറ്റുക ചെയ്യാം. ഇനി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ വെള്ളം തിളക്കുക എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് എല്ലാവർക്കും അറിയാം. പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് പക്ഷെ എപ്പോഴാണ്? അറ്റ്മോസ്ഫറിക് പ്രഷർ ആണെങ്കിൽ മാത്രം. ഇൻ കേസ് പ്രഷർ കുറച്ച് കുറവായിരിക്കും അറ്റ്മോസ്ഫറിക് പ്രഷറിനെക്കാട്ടി. നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ 1 bar പറഞ്ഞിട്ടാണ് പറയല്ലേ. അപ്പോൾ അല്ലെ 1 atm എന്നൊക്കെ പറയാം. 1 atm അല്ലെ 1 bar നമുക്ക് പറയാം. അറ്റ്മോസ്ഫറിക് പ്രഷറിനെ കാട്ടിയും കുറവ്, അതായത് ഒരു 0.5 atm ഉള്ളതെന്നായിരിക്കും സ്ഥലം. ഒരു സ്ഥലമുണ്ട്, ഒരു പ്രത്യേക സ്ഥലം 0.5 atm, അത് കുറച്ച് അറ്റ്മോസ്ഫറിക് പ്രഷറിനെ കാട്ടിയും കുറവിലാണ്.
അങ്ങനെയാണെങ്കിൽ വെള്ളം എന്ത് സംഭവിക്കും? പെട്ടെന്ന് തിളക്കുക അല്ലെങ്കിൽ മെല്ലനെയാണ് തിളക്കുക? പ്രഷർ കുറയുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്താവും അറിയോ? പ്രഷർ കൂടുമ്പം ബോയിലിംഗ് പോയിന്റും കൂടിക്കൂടി വരും. അതേപോലെ തന്നെ പ്രഷർ കുറയുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു കുറഞ്ഞു. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടും കുറവ് പ്രഷറിലാണെങ്കിൽ വെള്ളം പെട്ടെന്ന് തിളക്കാൻ തുടങ്ങും. 100 ഡിഗ്രി സെൽഷ്യസിന് പകരം ചിലപ്പോൾ ഒരു 80 ഡിഗ്രി സെൽഷ്യസിലോ അല്ല 60 ഡിഗ്രി സെൽഷ്യസിലൊക്കെ തിളക്കാൻ തുടങ്ങും. പ്രഷർ എത്രത്തോളം കുറയുന്നുണ്ടോ അതിന് കണക്കായിട്ട്. അതുപോലെ തന്നെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ ഞാൻ റേഡിയോന്റെ അകത്ത് വന്നുകൊണ്ടിരിക്കും, കാറിൽ വന്നുകൊണ്ടിരിക്കും, ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പ്രഷർ കുക്കറിന്റെ അകത്ത് ഉള്ള വെള്ളം തിളക്കാനുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ചിട്ട്. എന്നിട്ട് അതിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് 90 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, 110, 120. ആരെങ്കിലും റേഡിയോ ഒക്കെ കേട്ടില്ല? ഇന്ന് ചോദിച്ച ചോദ്യം അത്. ഞാൻ ഇതിപ്പോ ഇന്ന് ഇത് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വരുമ്പോഴത്തേക്കാണ് ഞാൻ ഈ ചോദ്യം കേട്ടത്. അപ്പൊ ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിരുന്നു ആ സംഭവം, ചോദ്യം. പ്രഷർ കുക്കറിനകത്ത് പ്രഷർ കൂടുതലാണ്, അപ്പൊ അവിടെ വെള്ളം തിളക്കുക 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കൂല. കൃത്യം എത്രയാണെന്ന് എനിക്കും അറിയില്ല. ചിലപ്പോൾ പ്രഷർ കുക്കറിനകത്തുള്ള പ്രഷർ നോക്കേണ്ടി വരും. എന്തായാലും 100 ഡിഗ്രി സെൽഷ്യസിലല്ല അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 110 അല്ലെ 120 ആയിരിക്കും. കൃത്യമായിട്ടുള്ള ആൻസർ എനിക്കറിയില്ല, എനിക്ക് റെഫർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്ന് ഞാൻ രാവിലത്തെ റേഡിയോന്റെ അകത്ത് ഉണ്ടായിരുന്നു, കേട്ടതാണ്. അപ്പൊ അതേപോലെ തന്നെ പ്രഷർ കുറയുന്ന സമയത്ത് അപ്പൊ എന്താവും? പ്രഷർ കുറയുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് തിളക്കും. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വെള്ളം മാത്രമല്ല, ഏത് സാധനം, ഏത് ലിക്വിഡ് ആണെങ്കിലും ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വരുന്നത്. കാരണം അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ബോയിലിംഗ് ഓഫ് ലിക്വിഡ് അറ്റ് ലോവർ ടെമ്പറേച്ചർ ബൈ റെഡ്യൂസിങ് പ്രഷർ ഓൺ ഇറ്റ് സർഫസ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് സിസ്റ്റം. അതായത് റെഡ്യൂസിങ് ദ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് എന്താവും? ബോയിലിംഗ് ഓഫ് ലിക്വിഡ് അറ്റ് ലോവർ ടെമ്പറേച്ചർ, ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ വെള്ളം തിളക്കാൻ തുടങ്ങും. അതാണ് സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഇല്ല നമുക്കിനി പഠിക്കാനുള്ളത്. 2 സർക്യൂട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ ഒരു സർക്യൂട്ട് കാണാം, ഇതൊരു സർക്യൂട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സർക്യൂട്ട് കാണാം. ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 സർക്യൂട്ടിലും കോമൺ ആണ് ഈ കാണുന്ന ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മൾ ഇവാപ്പറേറ്ററിലെ ഫ്ലാഷ് ചേംബർ എന്ന് പറയാം. ഫ്ലാഷ് ചേംബർ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് ഫ്ലാഷ് ആക്കുവായിട്ടാണ്, അതുകൊണ്ടാണ് ഫ്ലാഷ് ചേംബർ എന്ന് വിളിക്കാൻ കാരണം. ഇപ്പൊ 2 സർക്യൂട്ടാണ് ഉള്ളത്. ഒന്ന് ഇവിടുന്ന് തുടങ്ങും, ബോയിലർ അങ്ങനെ വന്നിട്ട് നോസിൽ, പിന്നെ ഒരു വൃത്തികെട്ട ഷേപ്പിലുള്ള ഒരു സാധനം ഉണ്ട്, അതൊക്കെ എന്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഒരു കണ്ടൻസർ തിരിച്ച് പമ്പ് വഴി കടത്തിവിട്ട് ബോയിലർ, അങ്ങനെ ഒരു സർക്യൂട്ട്. അതേപോലെ തന്നെ താഴത്തും എന്തുണ്ട്, ചിൽഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് താഴത്തൂടെ വന്ന് ഒരു പമ്പ് വഴി കടത്തിവിട്ട് റെഫ്രിജറേറ്റിംഗ് സ്പേസ്, നമുക്ക് എവിടെയാണോ തണുപ്പിക്കേണ്ടത് ആ സ്ഥലമാണ് ഇവിടെ ഉള്ളത്, അത്, പിന്നെ വാം വാട്ടർ തിരിച്ചിങ്ങോട്ടേക്ക്. ഇങ്ങനെ 2 സർക്യൂട്ടാണ് ഉള്ളത്. റൈറ്റ് സൈഡ് ടോപ്പിൽ ഒരു സർക്യൂട്ട് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് താഴത്തും ഒരു സർക്യൂട്ട് ഉണ്ട്. ഈ സാധനമാണ് നമ്മളെ കോമൺ ആയിട്ടുള്ളത്. അപ്പം ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ഏതൊരു ലിക്വിഡ് ആയാലും പെട്ടെന്ന് ബോയിൽ ആയിക്കോളും. അപ്പൊ പ്രഷർ കുക്കറിൻ്റെ അകത്തുള്ള കാര്യം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇന്ന് രാവിലെ ഞാൻ കേട്ടതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല. ആൻസർ അറിയെങ്കിൽ ഞാൻ കാറിൻ്റെ അകത്ത് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തായാലും കൂടുതലാണെന്ന് മാത്രം അറിയാം, എത്രയാണെന്ന് കൂടുതലെന്ന് എനിക്കറിയില്ല. അപ്പൊ അതാണ് 120. 120 അല്ലേ? ഓക്കെ, എന്നാ വിളിച്ചു പറഞ്ഞോ പെട്ടെന്ന്. റേഡിയോ ബാങ്ക് പോകാൻ തോന്നുന്നു. ഇപ്പത്തേക്ക് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിത് കുറച്ച് നേരത്തെ നമ്മളെ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ. 120 ഡിഗ്രി സെൽഷ്യസിലല്ലേ പ്രഷർ കുക്കറിന്റെ അകത്ത് വെള്ളം തിളക്കുക? എല്ലാവർക്കും പുതിയൊരു അറിവല്ലേ? ഔട്ട്സൈഡ് ദ സിലബസ് പഠിക്കാനുള്ള ഒരു അറിവായി. ഭാവിയിൽ ഏതെങ്കിലും കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ ചോദിക്കുമായിരിക്കും. ആ സമയത്ത് നമുക്ക് എഴുതി വെക്കാം 120. റോഷിത്തല്ലേ പറഞ്ഞേ? ഈ സമയം കൊണ്ട് ബോറടിച്ചിട്ട് അത് തപ്പിയിട്ടുണ്ടാവല്ലേ? നന്നായി എന്തായാലും. അറിയാ? അപ്പൊ നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് പോവാം. ചപ്പു തൊണ്ട.
നമ്മളെ ചിൽഡ് വാട്ടർ ഈ സർക്യൂട്ട് എങ്ങനെയാ നോക്കാം. ആദ്യം തന്നെ നമുക്ക് റൈറ്റ് സൈഡ് ടോപ്പിലുള്ള ഈ ഒരു സർക്യൂട്ട് നോക്കാം. ഓക്കെ, ഈ ഒരു സർക്യൂട്ടാണ് ഞാൻ നോക്കുന്നത്. നമുക്കുള്ളത് ഒരു ബോയിലറിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ട് വെള്ളം ചൂടായിക്കൊണ്ട് നിൽക്കുക. വെള്ളം ചൂടായി കഴിഞ്ഞാൽ അത് സ്റ്റീമായി. അത് സാധാ ടെമ്പറേച്ചറിലാണ്, സാധാ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ ഞാൻ ഒരു ബോയിലർ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ അങ്ങനെ സ്റ്റീമിനെ ഉണ്ടാക്കി, നീരാവിനെ ഉണ്ടാക്കി. നീരാവിനെ ഞാൻ ഇങ്ങനെ കടത്തി വിട്ടിട്ട് വെറുതെ എടുത്തിട്ട് ഈ ഇജക്ടർ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്തേക്ക് ഇടുകയല്ലേ. എൻ്റെ പേരാണ് ഇജക്ടർ. വെറുതെ ഞാൻ ഇജക്ടർ കമ്പാർട്ട്മെന്റിലേക്ക് ഇടുകയല്ല ചെയ്യുക. പകരം ഞാൻ ഒരു നോസിൽ പ്രൊവൈഡ് കൊടുത്തു. അതായത് ചെറിയ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഏരിയ ഉള്ള നോസിൽ. അപ്പൊ നോസിലിന്റെ അകത്തുനിന്ന് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് ഇത് പുറത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയൂലേ? ഹൈ പ്രഷറിലായിരിക്കും ഉണ്ടാവുക നോസിലിന്റെ ഇവിടെ എത്തുന്നവരെ. പെട്ടെന്ന് ഇവിടുന്ന് ഒരു ചെറിയൊരു സെക്ഷനിൽ നിന്ന് വലിയൊരു സെക്ഷനിലേക്ക് ചാടുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഇവിടെ പ്രഷർ കുറയും. ഈ ഒരു ഏരിയ ഞാനിപ്പം ഷെയ്ഡ് ചെയ്ത ഏരിയയിൽ പ്രഷർ കുറയും. പ്രഷർ നല്ല രീതിയിൽ കുറയും. കാരണം നമ്മൾ നോസിലാണ് കടത്തി വിട്ടിട്ടുള്ളത്, നോസിലിൽ കൂടെയാണ് കടത്തി വിട്ടിട്ടുള്ളത്, വെറുതെ ഒരു പൈപ്പ് കൂടെ കടത്തി വിടുകയല്ലേ. അപ്പൊ നല്ല രീതിയിൽ പ്രഷർ കുറയുന്ന സമയത്ത് ആ കുറഞ്ഞ പ്രഷറിലുള്ള സാധനമാണ് എന്നിട്ട് സ്റ്റീമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നില്ലേ. തൽക്കാലം ഈ ഒരു ബോക്സ് വരച്ചെടുക്കുക. എന്തുണ്ട്? ലോ പ്രഷറാണ്. ആ ലോ പ്രഷറുള്ള സാധനമാണ് നമ്മളെ ഏത് വെഞ്ചുറി മീറ്റർ പോലത്തെ ഒരു സാധനത്തിൻ്റെ അതോടെ പിന്നെയും പ്രഷർ കുറച്ചിട്ട് ആ ത്രോട്ട് കൂടെ പിന്നെയും തിരിച്ചു വരുമ്പോൾ പിന്നെയും പ്രഷർ കുറയും. അങ്ങനെ വന്നിട്ട് ഒരു കണ്ടൻസർ വഴി തണുത്ത്, കാരണം സ്റ്റീമായിരുന്നു ഉണ്ടായത്, സ്റ്റീമിനെ ഞാൻ കണ്ടൻസറിലോട്ട് കടത്തി വിട്ട് തണുപ്പിച്ചിട്ട് പിന്നെ ഒരു പമ്പ് വഴി ബോയിലറിലേക്ക് തന്നെ എത്തിച്ചു. അവിടുന്ന് പിന്നെയും സ്റ്റീമായിട്ട് വന്നു. അതിനെ പിന്നെയും ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഈ നോസിലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുമ്പോൾ പ്രഷർ കുറയുന്നു. അങ്ങനെ ഇജക്ടറിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുമ്പോൾ പ്രഷർ കുറയുന്നു. അങ്ങനെ പ്രഷർ കുറഞ്ഞ സാധനത്തിനെ വീണ്ടും ഞാൻ തണുപ്പിച്ചു സ്റ്റീമിനെ, എന്നിട്ട് വെള്ളമാക്കി മാറ്റി അതിനെ ഞാൻ പിന്നെയും എടുത്തിട്ട് ബോയിലറിലേക്ക് കൊടുത്തു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത് ഉള്ളത് എൻ്റെ അടുത്ത് ഈ ഒരു വലിയ കമ്പാർട്ട്മെന്റിൽ കുറേ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് വെള്ളം ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് ഈ ചെറിയ പ്രഷർ കിട്ടാൻ തുടങ്ങും ഇല്ലേ. മുകളിൽ നോസിലിന്റെ ഈ ഭാഗത്ത് ലോ പ്രഷർ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് ആർക്കും അനുഭവപ്പെടുക ലോ പ്രഷർ? ഈ വെള്ളത്തിന്റെ അകത്ത് ഇത്രയും വെള്ളം ഉണ്ട് നേരിക്കും ഞാൻ ഈ മാർക്ക് ചെയ്ത അത്രയും. അതിൽ ഈ ടോപ്പ് മോസ്റ്റ് ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ ലോ പ്രഷറിന്റെ എഫക്റ്റ് വരാൻ തുടങ്ങും. താഴത്തുള്ള ആൾക്കാർ ഒന്നും അറിയുന്നുണ്ടാവില്ല. വെള്ളത്തിന്റെ താഴത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ആ ആൾക്കാർ എന്താ അറിയണ്ടാവില്ല, ഇവിടെ പ്രഷർ മാറിയൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ വെള്ളത്തിന്റെ മുകളിലുള്ള ആൾക്കാർ എന്ത് സംഭവിച്ചു? ഈ മുകളിൽ ലോ പ്രഷറാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എവിടെന്നെങ്കിലും നമ്മൾ ഈ താഴത്തേക്കുള്ള ഭാഗത്തുള്ള വെള്ളത്തിന്റെ സാധാ ചൂടില്ല, വെള്ളത്തിന്റെ ചൂട്, ആ ചൂട് തന്നെ വലിച്ചെടുത്തിട്ട് മുകളിലുള്ള ഭാഗം നീരാവിയായിട്ട് പോകാൻ തുടങ്ങും. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ? ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ചെറിയ പ്രഷറേ ഉള്ളൂ എന്നായിരിക്കും. പ്രഷറിന്റെ കാര്യം വിട്ടേ, നിങ്ങളെല്ലാവരും ഞാനിങ്ങനെ അട്ടിക്കിട്ടിട്ട് ആളിടാം. കുറെ ആൾക്കാരെ ഞാൻ താഴത്തെ റോയിൽ കുറെ ആൾക്കാരെ ഞാൻ കടത്തി വെച്ച്, അതിന്റെ മുകളിൽ കുറെ ആൾക്കാരെ കടത്തി വെച്ച്, അതിന്റെ മുകളിൽ കുറെ ആൾക്കാർ, അങ്ങനെ ആൾക്കാരെ മൊത്തം ഞാനിങ്ങനെ അട്ടിക്കിട്ട് വെച്ചിട്ട് ഞാൻ മുകളിൽ നിന്ന് കുറച്ച് കാറ്റടിച്ചെടുത്ത് കഴിഞ്ഞാല് ഒരു ചിൽഡ് എയർ ഞാൻ കടത്തി വിട്ട് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. താഴത്തുള്ള ആൾക്കാർക്ക് അത് കിട്ടൂലല്ലോ. താഴത്തുള്ള ആൾക്കാർ ഒന്നും അറിയുന്നും കൂടി ഉണ്ടാവില്ല ഇങ്ങനെ മുകളിൽ സംഭവിക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു പ്രത്യേകതയാണ് ഈടി നടക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പ്രഷർ കുറവാണ്, പക്ഷെ അത് ആരെ അറിയുള്ളൂ? ഈ വെള്ളത്തിന്റെ ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള കുറച്ച് വെള്ളത്തിലെ ആൾക്കാർ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ വെള്ളം എന്താവും? നീരാവിയാവും. നീരാവി ആകുന്നത് എവിടുന്ന് ചൂട് വലിച്ചെടുത്തിട്ടാ? ബാക്കി അതിന്റെ താഴത്തുള്ള ആൾക്കാരുടെ നിന്ന് ചൂട് വലിച്ചെടുക്കും. ചെറിയ ടെമ്പറേച്ചറിൽ നീരാവി ആവുമല്ലോ. അപ്പൊ ആ ടെമ്പറേച്ചർ എവിടെ നിന്ന് കിട്ടും? വെള്ളത്തിന്റെ താഴത്ത് ഉള്ള ആൾക്കാരുടെ നിന്ന് കിട്ടും. സ്വാഭാവികമായിട്ട് താഴത്തുള്ള ആൾക്കാർ അവർ അറിയാതെ തന്നെ അവർ എന്തായി മാറി? തണുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഇത് വേപ്പറായിട്ട് ഇതുവഴി പോവും. അതിനെ നമ്മൾ മൈൻഡ് ആക്കണ്ട. മുകളിലുള്ള ആൾക്കാർ വേപ്പറായി, അയാൾ അതുവഴി അങ്ങ് പോയി. പക്ഷെ താഴത്തുള്ള ആള് അവർ അറിയാണ്ട് തന്നെ അവർ എന്തായി? തണുത്തു തുടങ്ങി. ആ തണുത്ത വെള്ളമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ചിൽഡ് വാട്ടറാണ് പമ്പ് വഴി കടത്തി വിട്ടിട്ട് നമുക്ക് എവിടെയാണോ റെഫ്രിജറേറ്റിംഗ് നടത്തേണ്ടത് അല്ലെ തണുപ്പിക്കേണ്ടത് അവിടത്തേക്ക് കൊടുക്കും. തണുപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് വാം വാട്ടറാവും.
അവിടുന്ന് ചൂട് വലിച്ചെടുത്തിട്ട് അത് പിന്നെയും തിരിച്ച് നമ്മൾ ഇവിടത്തേക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മളെ സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം വരുന്നത്. ഇതിന്റെ കോൺസെപ്റ്റ് ആകെ ഇത്രയേ ഉള്ളൂ. ഇവിടെ ലോ പ്രഷർ ആവും, നെഗറ്റീവ് പ്രഷർ ആവും. പ്രഷർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വെള്ളം പെട്ടെന്ന് തിളക്കുന്നറിയാം. വെള്ളത്തിന്റെ അകത്തുള്ള ഈ കണ്ടെയ്നറിനകത്തുള്ള വെള്ളം എന്ന് വെച്ചാൽ ഇത്രത്തോളം വെള്ളം ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് താഴത്തുള്ള ഭാഗത്തുള്ള ആൾക്കാർ എന്തറിയുന്നില്ല, മുകളിൽ പ്രഷർ മാറിയത് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ടോപ്പ് മോസ്റ്റ് ലെയറിലുള്ള ആൾക്കാർ അത് അറിഞ്ഞു, ഇവിടെ പ്രഷർ കുറവാണ്. സ്വാഭാവികമായിട്ട് താഴത്തുള്ള ആടിക്കൊന്ന് ചൂട് വലിച്ചെടുത്ത്, ജസ്റ്റ് ഒരു ചൂട് വലിച്ചെടുത്തിട്ട് ഇത് നീരാവി ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ മോൾ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ നീരാവിയായിട്ട് പോയിക്കോളും. താഴത്തുള്ള ആൾക്കാർ അവർ തന്നെ അറിയാണ്ട് അധോലോകമായി. ഓക്കെ, നമ്മൾ തന്നെ അറിയാണ്ട് എന്തായി, തണുത്തു തുടങ്ങി. അങ്ങനെ തണുത്ത വെള്ളത്തിനാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, പമ്പ് വഴി കടത്തി വിട്ടിട്ട് റെഫ്രിജറേറ്റിംഗ് സ്പേസിലൊക്കെ പോയി ചൂടുവെള്ളമായിട്ട് പിന്നെ അത് ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് തന്നെ പോകും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നു. ഈ സ്ഥലത്തിന്റെ പേരാണ് ഫ്ലാഷ് ചേംബർ. ഓക്കെ, അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ എന്ന് വിളിക്കുക. കാരണം തണുത്ത വെള്ളം കിട്ടുന്നതുകൊണ്ട് അവിടെ നമ്മൾ ഇവാപ്പറേറ്റർ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ റെഫ്രിജറേറ്റിംഗ് സ്പേസ് വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. ശരിക്കും തണുപ്പിക്കേണ്ട ഭാഗം വേറെ എവിടെയാണ്. ഇവിടെ തണുത്ത വെള്ളം കിട്ടുന്നതുകൊണ്ടാണ് അവിടെ ഇവാപ്പറേറ്റർ എന്ന് പേര് വിളിക്കാൻ കാരണം. പക്ഷെ മൊത്തത്തിലുള്ള ഈ ഒരു സെറ്റപ്പിന്റെ പേരാണ് ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇവിടുന്ന് വെള്ളം നമ്മൾ ഫ്ലാഷ് ചെയ്യുന്നതുകൊണ്ടാണ്, സ്പ്രേ ആയിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത്രയാണ് നമ്മളെ സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം വരുന്നത്. വീഡിയോസ് എല്ലാവരും എടുത്ത് കാണുക. കുറച്ച് ലെങ്തി വീഡിയോസ് ആയിരിക്കും, 2 hour ഉള്ളതുകൊണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം മെയിനായിട്ടും. ഇതാണ് നമ്മൾ ഇഞ്ചക്ടർ വരുന്നത്. നേരത്തെ കാണിച്ച ഒരു വൃത്തിയായിട്ട ഷേപ്പില്ലേ, കാണിച്ചുതരാം. ഈ ഒരു ഇജക്ടർ അല്ലെ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞ സാധനം, ഈ ഒരു ഭാഗം, ആ ഭാഗത്തിന്റെ ചിത്രമാണ് ഇത്. പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നുമില്ല, ഇതൊന്നും ചോദിക്കൊന്നുമില്ല. അതാണ് ഇത്. അതായത് ഇവിടെ നിങ്ങൾക്കൊരു നോസിൽ കാണാം. 1 എന്ന് പറഞ്ഞ പോയിന്റ് നോസിൽ പുറത്തേക്ക് പെട്ടെന്ന് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആകുന്ന സമയത്ത് നമ്മളെ താഴത്തുള്ള വെള്ളം എന്താവും, ഇങ്ങോട്ടേക്ക് നീരാവിയായിട്ട് വരും. അങ്ങനെ അത് ഡിഫ്യൂസർ വഴി പുറത്തേക്ക് ആടി അങ്ങോട്ടേക്ക് സർക്യൂട്ടിലേക്ക് പോകും. നമ്മൾ സാധാ വെഞ്ചുറി മീറ്റർ പോലെ തന്നെയുള്ള സാധനം. ഇനി അതിന്റെ ഫിഗർ കാണിച്ചു തരാം, ഒറിജിനൽ കാണാൻ എങ്ങനെ ഉണ്ടാവും. ഇതാണ് സംഭവം. നമ്മൾ ട്രെയിനിന്റെ ഒക്കെ പഴയ ഹോൺ പോലെ ഉണ്ടാവും കാണാൻ. എന്തിങ്ങനെ റെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ, പിന്നെ വലുതായിട്ടുള്ള ക്രോസ് സെക്ഷൻ, ഇങ്ങനെയൊക്കെ ആയിട്ട് വരും. അത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് പ്രോസസിങ് പ്ലാന്റ്, ഗ്യാസ് പ്ലാന്റ്, ബിവറേജസ്, നമുക്ക് പറയാം. മിക്കവാറും എല്ലാ ഇങ്ങനത്തെ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാത്തിന്റെ അകത്തും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനൊക്കെ ഇടാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മൾ കംപ്രസറും ഒന്നും ഇല്ലാത്ത റെഫ്രിജറേഷൻ സിസ്റ്റം വരുന്നത്. നെക്സ്റ്റ് നമുക്കുള്ളത് റെഫ്രിജറന്റിനെ പറ്റി പഠിക്കലാണ്. കുറെ റെഫ്രിജറന്റ് ഉണ്ട് അറിയാം. R12 എന്ന് വെച്ചാൽ ആരാണ്? R12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഓൺ 12 ആണ്. ഓക്കെ, അങ്ങനെ R113 ഉണ്ട്, R114 ഉണ്ട്, R500 ഉണ്ട്, R134A. ഇതാണ് നമ്മൾ മെയിനായിട്ട് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്, സാധാ ഡൊമസ്റ്റിക് പർപ്പസിന് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അമോണിയ അല്ല, അമോണിയ നമ്മൾ ഉപയോഗിക്കാറില്ല. അമോണിയ ടോക്സിക് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ല, ഒഴിവാക്കിയതാ. ഇപ്പോൾ R134A ഒക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് റെഫ്രിജറന്റും അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഈ സാധനങ്ങളൊന്ന് പഠിച്ചു നോക്കുക, ഇത് മാത്രമേ ചോദിക്കുള്ളൂ. വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഐഡിയൽ റെഫ്രിജറന്റ്? കുറേ സാധനങ്ങൾ കാണാം. ഫുൾ ഗ്യാസ് ആയിട്ട് വരുന്നതാണ്, ഗ്യാസ് അടിച്ചിട്ട് വിടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് റെഫ്രിജറന്റ് ഉണ്ട്, ചോദിക്കാറൊന്നുമില്ല. മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനാണുള്ളത്, പ്രൈമറി റെഫ്രിജറന്റും സെക്കൻഡറി റെഫ്രിജറന്റും. പ്രൈമറി റെഫ്രിജറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പ്രൈമറി റെഫ്രിജറന്റ് ഡയറക്റ്റ്ലി നമ്മൾക്ക് എവിടെയാണോ തണുപ്പിക്കേണ്ട ആ ഭാഗമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരും. അതാണ് പ്രൈമറി റെഫ്രിജറന്റ് പ്രത്യേകത. സെക്കൻഡറി എന്ന് വെച്ചാൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരില്ല.
അതാണ് നമ്മളിപ്പം പറഞ്ഞ അമോണിയൊക്കെ സെക്കൻഡറി കോണ്ടാക്ട് റെഫ്രിജറന്റിൽ വരുന്നതാണ്. കാരണം സെക്കൻഡറി പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവില്ല. നമുക്കറിയാലോ, ഇപ്പൊ കൊറോണ ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഈ പ്രൈമറി കോണ്ടാക്ട് ലിസ്റ്റും സെക്കൻഡറി കോണ്ടാക്ട് ലിസ്റ്റും ഒക്കെ അറിയാം. അപ്പൊ പ്രൈമറി റെഫ്രിജറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഡയറക്റ്റ് കോണ്ടാക്ട് വന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രൈമറി റെഫ്രിജറന്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പൈപ്പ് ലൈനിൽ കൂടെ ഓടുകയുള്ളൂ, അത് നമ്മളെ ഭക്ഷണ സാധനങ്ങളിലായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരികയില്ല. എക്സാമ്പിൾ ആണ് ഇപ്പൊ അമോണിയന്റെ കാര്യങ്ങളൊക്കെ. അമോണിയൊക്കെ സെക്കൻഡറി റെഫ്രിജറന്റ് ആയിട്ട് വരുന്നതാണ്. അമോണിയനെ ഒന്നും നമുക്ക് ഭക്ഷണ സാധനത്തിന്റെ അകത്തേക്കൊന്നും കടത്തിവിടാൻ പറ്റില്ല ഡയറക്റ്റ്. പക്ഷെ അതേസമയം നമ്മളെ വെള്ളം റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ കുറച്ച് സമയം മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, റെഫ്രിജറേറ്റിംഗ് സ്പേസിലേക്ക് ഡയറക്റ്റ് കൊടുക്കാം. കാരണം ടോക്സിക് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ. അപ്പൊ പ്രൈമറി കോണ്ടാക്റ്റും സെക്കൻഡറി കോണ്ടാക്റ്റ് ഒക്കെ നമ്മളിപ്പം കൊറോണ കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേ രീതിയിൽ തന്നെയാണ് പ്രൈമറി റെഫ്രിജറന്റും സെക്കൻഡറി റെഫ്രിജറന്റും ഉള്ളത്. പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറന്റ് ഡയറക്റ്റ് നമ്മളെ ഭക്ഷണ സാധനത്തിൻ്റെ അകത്തൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെ തന്നെയാണ് പോവുക, അത് ടോക്സിക് ഒന്നുമല്ല. സെക്കൻഡറി റെഫ്രിജറന്റ് വരുന്നതാണെന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് വരില്ല, അതൊരു പൈപ്പ് ലൈനിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുകയുള്ളൂ, സഞ്ചരിക്കുകയുള്ളൂ. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ജസ്റ്റ് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ ഏതൊക്കെയാ റെഫ്രിജറന്റ് എന്നുള്ളത്. അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട ഈ സാധനം, കാരണം ഇത് ചോദിക്കലില്ല. നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരാനുള്ള ഇനി മൾട്ടി കംപ്രസർ സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും കാലം പഠിച്ച സമയത്ത് ഒരു കംപ്രസർ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് ഒന്ന് കൂടുതൽ കംപ്രസർ വരും, ഒന്ന് കൂടുതൽ ഇവാപ്പറേറ്റർ ഒക്കെ വരും. ആ സമയത്ത് വരുന്ന ഗ്രാഫ് മാത്രമേ നമ്മൾ പഠിക്കണ്ടൂ, അതും തിയറി മാത്രമാണ് ചോദിക്കല്. അത് വരുന്നതാണ് അഡ്വാൻസ്ഡ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മതി. ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക്കിന്റെ പേര് ഞാൻ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ ടോപ്പിക്കിന്റെ പേര്. അപ്പൊ അത് നോക്കിയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അഡ്വാൻസ്ഡ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം പഠിക്കാം. അഡ്വാൻസ്ഡ് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ ഒരു ചിത്രം കാണിച്ചരാ. ഇവാപ്പറേറ്റർ ഒക്കെ ഉണ്ട്, പക്ഷെ രണ്ട് കംപ്രസർ ഉണ്ടാവും, ഒരു ലോ പ്രഷർ കംപ്രസറും ഒരു ഹൈ പ്രഷർ കംപ്രസറും. അങ്ങനെ നമ്മൾ ഗ്രാഫൊക്കെ മാറും. അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എല്ലാവരും ബോറടിച്ചിട്ടുണ്ടാവും അറിയാം, വേറെ വഴിയില്ല, അതുകൊണ്ടാ.